പറഞ്ഞ ഞങ്ങള് കള്ളും കഞ്ചാവും എംഡിയും ഇവിടെ വിൽപ്പന നടത്താൻ ഈ തെക്കുമ്പ പ്രദേശം ഞങ്ങൾ സമ്മതിക്കൂല. ലോകം ഉണ്ടായ അന്ന് മുതൽ കള്ളും കഞ്ചാവും സിഗരറ്റും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ മാന്യമായി നട്ടല് നിവർത്തി ജീവിച്ച ഒരു മനുഷ്യ സമൂഹവും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ പിന്നിൽ നിറന്നുകൊണ്ട് ഇതുപോലെയുള്ള സാമൂഹിക തിന്മക്കെതിരെ ഒന്നിച്ചു നിന്നോ പടവരുത്തുക എന്നുള്ളത്. ഒരാൾ അതിൽ പെട്ടുപോയാൽ തന്നെ നീ ശ്രദ്ധിക്കണം, നിന്റെ സ്വന്തം ശരീരത്തെ നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ചീത്ത കൂട്ടുകെട്ടിനെയും നീ മനസ്സിലാക്കണം. തെക്കുംപുറ കൂട്ടായ്മ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ചെയർമാനായ സുനീർ ഖാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രസീഡിയം KC അമീദ്, അതുപോലെ തന്നെ PV അബ്ദുസലാം, KP അബ്ദുസലാം എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഈ രണ്ട് പള്ളിയിലെയും ഖത്തീബന്മാർ ഷൗക്കത്ത് അലി മൗലവി, അതുപോലെ തന്നെ സുബൈർ നജാഹി മുതലി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ട്രഷറായ M മുഹമ്മദ് അലിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ സദസ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സുനീർ ഖാനെ ആദരവോളം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജ്യേഷ്ഠാഞ്ചുമാരെ, സഹോദരി സഹോദരൻ, നമ്മളിന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് വിശദീകരിച്ച് തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജാതി മത രാഷ്ട്രീയ സംഘടനകൾക്ക് അതീതമായിട്ട് ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒരൊറ്റ കൊടക്കയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സംഗതി നമ്മള് ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്തിനെതിരെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെങ്കിലും നമ്മൾ ഈ നാട്ടിലെ ഈ ആളുകളുടെ മതോ രാഷ്ട്രീയോ സംഘടനയോ ഒന്നും നോക്കാതെയുള്ള ഈ ഒരു ഒത്തുചേരല്, അത് മനസ്സിന് വല്ലാത്തൊരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല ഈ രാജ്യം തന്നെ മൊത്തത്തില് ലഹരി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില പ്രതിഫലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മള് ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഒരുമിച്ച് കൂടലിനെ കുറിച്ച് പറയുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നവരെ ഇവിടെ അനുസ്മരിക്കാതെ പോകുന്നത് തീർത്തും അനുചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് MDMA ആയിട്ട് പോകുന്ന ഒരു ഇവിടുത്തെ ഹോൾസെയിൽ കച്ചവടക്കാരൻ, നമ്മുടെ നാട്ടുകാരൻ, പോലീസിനെ കണ്ട് വണ്ടിയൊക്കെ ഇട്ട് ഓടി ഒളിവിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിലാകെ ഒരു ചർച്ച വന്നു. വാട്സപ്പ് ഗ്രൂപ്പിലും പേഴ്സണലായിട്ടും ഒക്കെ നമ്മളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പല രീതിയിൽ നമ്മുടെ നാട്ടിലത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഓരോരുത്തർ എഴുതിയിട്ടു, പല രീതിയിൽ നമ്മളതിനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഇവിടുത്തെ മതോ രാഷ്ട്രീയോ അല്ലെങ്കിൽ സംഘടനയോ ഒന്നും നോക്കാതെ ഒരു കൊടക്കയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം എന്ന് വന്നിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഈ മഹലിൽപ്പെട്ട ഏതാനും ചില വ്യക്തികളുടെ അവര് തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ ഇടയിൽ നിന്ന് വന്ന് ഉരുൾതിരിഞ്ഞു വന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു കോള് വന്നു. അപ്പൊ സിദ്ദീഖുമാനാണ് എന്നെ വിളിച്ചത്. സിദ്ദീഖുമാനെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ല നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതിന് നമുക്ക് ഒന്ന് കൂടണം, അതിനൊരു കമ്മിറ്റി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസുഫാക്കാക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ CM യൂസുഫാക്ക ആണ് പിന്നെ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ എന്തിനു വേണമെങ്കിലും നമ്മൾ റെഡിയാണ്. അപ്പോ ഒറ്റ ഉപാധി എനിക്ക് വെക്കാനുള്ളൂ നിങ്ങളോടുള്ളത്, അത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗം ആകരുത്.
എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കണം, എല്ലാ രാഷ്ട്രീയക്കാരും വേണം, എല്ലാ മതക്കാരും. നമ്മൾ ഈ പ്രദേശത്തിലെ ഏതെല്ലാം വിഭാഗം ഉണ്ടോ, ഏതെല്ലാം സംഘടനക്കാരുണ്ടോ, ഏതൊക്കെ മതക്കാരുണ്ടോ, ഓലൊക്കെ വേണം അതിൽ. ഈ ഒരു ഡിമാൻഡ് നമുക്ക് അതിൽ നിങ്ങൾക്ക് വെക്കാനുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു, ഓരെ നേരിട്ട് പോയി നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മാത്രമാണ് നിങ്ങളുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് എന്നാണ് അന്ന് യൂസുഫാക്ക എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഇതിന്റെ പിന്നിലെ നമ്മൾ ഉണ്ടാകുന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ മഹലില് ഇവിടുത്തെ ഈ മദ്രസയിലാണ് ഫസ്റ്റ് നമ്മൾ ആളുകൾ എനിക്ക് തോന്നുന്നത് മിനിറ്റ്സിൽ 81 ആളുകളാണെന്ന് ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ നാട്ടുകാർ, ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രം ഒരുമിച്ച് കൂടിയിട്ട് ഒരു മീറ്റിംഗ് ചേർന്നു. അതിൽ നിന്നാണ് നമ്മൾ 27 ഒരു സമിതി, ഒരു തെക്കുംപുറം കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടായ്മ രൂപപ്പെട്ടത് ഈ മദ്രസയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് രൂപപ്പെട്ടത്. അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച് നമുക്ക് ഇതിൽ എല്ലാ വിധത്തിലും പ്രതികരിക്കണം, ഒരു പരിപാടി സംഘടിപ്പിക്കണം, ബാക്കി അതിന്റെ കാര്യങ്ങളായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പിരിഞ്ഞു. ഈ ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ ഔദ്യോഗിക ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് നമ്മൾ മേലെ സുന്നി മദ്രസയിൽ വെച്ചിട്ടാണ്. അത് ആ മഹലിന്റെ എല്ലാ സപ്പോർട്ടോടു കൂടിയും ആ മദ്രസയിൽ വെച്ചാണ് നമ്മൾ ആദ്യ മീറ്റിംഗ്, ഈ കമ്മിറ്റിയുടെ ഔദ്യോഗിക മീറ്റിംഗ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ നടക്കുന്ന പരിപാടി ഇല്ല, ഇപ്പൊ നമ്മൾ നടത്തുന്ന പരിപാടി ഇതിനു വേണ്ടി എന്തെല്ലാം ഇത് നടത്തണമെന്ന് തീരുമാനിക്കണമെന്ന്, ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഈ പ്ലാനും കാര്യങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചേർന്ന രണ്ടാമത്തെ മീറ്റിംഗ് നമ്മൾ മേലെ സുന്നി മദ്രസയിൽ വെച്ചിട്ടാണ് ചേർന്നത്. അപ്പൊ ഞാൻ ഈ 2 മഹല്ലുകളെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്താ വെച്ചാല്, നമുക്കറിയാം നമ്മൾ ഈ തെക്കുംപുറം എന്ന് പറയുന്ന പ്രദേശത്ത് 99% മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോ ഭൂരിഭാഗം 99% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 മഹല്ലിന്റെ കമ്മിറ്റിയും അല്ലെങ്കിൽ ഈ 2 മഹല്ലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലിയൊരു ഉത്തരവാദിത്തം. പക്ഷെ അത് അവര് ഈ കുറച്ച് വഴുകി പോയെങ്കിലും അവർ ആ ഉത്തരവാദിത്വം ഒപ്പം നിർവഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർവഹിച്ചു തുടങ്ങി എന്ന് പറയുന്നത് ആയിരിക്കും ഉചിതം. അല്പം നമ്മൾ വൈകിപ്പോയി, ഓക്കെ, അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിൽ പോലും അവർ അവരുടെ കർത്തവ്യം ഈ 2 മഹലിലും ഒത്തുനിന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒത്തുനിന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കൂട്ടായ്മ അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതിന്റെ സാഹചര്യമാണ് ഞങ്ങളോട് വിശദീകരിച്ചത്. ഇനിയിപ്പോ പറയാനുള്ളത് ഇത് ഉപയോഗിക്കുന്ന ആളുകളോടാണ്, ഉപയോഗിക്കുന്ന ആളുകളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് കച്ചവടം ചെയ്യുന്ന ആളുകളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളൊന്നല്ല, നിങ്ങൾ ഈ പ്രദേശത്തിന്റെ സന്തതികളാണ്, അല്ലെങ്കിൽ ഈ പ്രദേശം നിങ്ങളതാണ്. ഞാൻ പറയുന്നത് ഇത് കച്ചവടം ചെയ്യണവരും ഇതിനെ ഉപയോഗിക്കണവരും ഇതിനെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. അത്തരം ആളുകളോട് ഈ പ്രദേശത്തിന് ഒരു ശത്രുതയില്ല, ഒരു വെറുപ്പില്ല. നിങ്ങൾ ഒരു നിലക്ക് ഒന്നിലും ഞങ്ങളെ ജ്യേഷ്ഠനോ അഞ്ചനോ അല്ലെങ്കിൽ ഞങ്ങളെ അയൽവാസിയോ ഞങ്ങളെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരനോ ഒക്കെ തന്നെയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങൾ ശരിയായ മാർഗത്തിലേക്ക് ഈ തെറ്റായ മാർഗം വിട്ടിട്ട് ഈ ലഹരി മാഫിയയുടെ പരിപാടി നിർത്തി, ലഹരി കച്ചവടം നിർത്തി നിങ്ങൾ നല്ല രീതിയിലേക്ക് മടങ്ങി വരണം എന്ന് മാത്രമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ തെറ്റ് മനുഷ്യന് പറ്റൂലേ? തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? പ്രവാചകന്മാർ മാത്രമുള്ളൂ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരുള്ളത്. ബാക്കി മനുഷ്യന് മുഴുവൻ തെറ്റുകൾ സംഭവിക്കും. അപ്പൊ തെറ്റ് പറ്റിക്കഴിഞ്ഞാല് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരുമ്പോ അതിന് മടങ്ങി വരുന്ന ഒരു സ്വഭാവമാണല്ലോ മനുഷ്യനുണ്ടാകേണ്ടത്. അങ്ങനെ നിങ്ങള് എത്ര വലിയ ഇതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മടങ്ങി വരണം. മടങ്ങി വരികയാണെങ്കിൽ ഈ പ്രദേശം നിങ്ങളെ പൂമാലിട്ട് സ്വീകരിക്കാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അതല്ല ഇവിടെ പലരും പറഞ്ഞു, പല പീഡിയയിലും പല വെല്ലുവിളിയൊക്കെ നടത്തി എന്നൊക്കെ കേട്ടു. ആ രീതിയിലാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരുക്കെങ്കിൽ ഈ നാടിനെയും ഇവിടുത്തെ നാട്ടുകാരെയും ഇവിടുത്തെ ഈ കൂട്ടായ്മനെയൊക്കെ അവഹേളിച്ച് അതിനൊക്കെ നിങ്ങൾ കണ്ടുകൂട്ടിക്കോളി എന്നുള്ള രീതിയിൽ പോവാനാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്നൊക്കെയുള്ള കാര്യം മറക്കേണ്ടി വരും. അത് തീർത്ത് പറയണം. അതിന് കാരണം എന്താ പറയുക, ഇപ്പൊ നമുക്ക് ചില ആളുകൾക്കൊക്കെ ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ മാരക രോഗങ്ങളൊക്കെ പിടിവിട്ട് കഴിയുമ്പോ ഡോക്ടർമാർ പറയും ഈ വിരല് ഇവിടുന്ന് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ഈ കാലിന്റെ മുട്ടുന്നത് മുറിച്ച് കളയണം എന്നൊക്കെ പറയില്ലേ. അതെന്തിനാ പറയണത്? നമ്മളെ ശരീരത്തിലുള്ള ഒരു അവയവം അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ച് കളയുക അല്ലെങ്കിൽ തടിച്ചു കളയൊക്കെ ചെയ്യൂലേ.
അതെന്താ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ചെയ്യുന്നത്. ആ ഭാഗം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അത് ആ വ്യക്തിനോട് ആ ഡോക്ടർ ചെയ്യുന്ന രോഗമാണ്. അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാല് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, അല്ല മുറിവല്ല ഉദ്ദേശിച്ചത്, എന്ത് മാറാരോഗം, ക്യാൻസർ പോലത്തെ മാറാരോഗമൊക്കെ പിടിപെടുകയാണെങ്കിൽ ഡോക്ടർമാർ റെഫർ ചെയ്യുക, അവിടെ നിന്ന് മുറിച്ച് കളയണം, അല്ലെങ്കിൽ അത് അതിന്റെ മേലൊക്കെ പകരും അല്ലെ. ഇപ്പൊ ഒരു വിരല് തള്ളാൻ വിരലിനാണ് ഇപ്പൊ പാച്ചിക്കണെങ്കിൽ തള്ളാൻ വിരല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മളിങ്ങനെ കാത്തു വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ മേലക്ക് കയറും. ചിലപ്പോ മുട്ട് മുറിക്കേണ്ടി വരും, അതിന്റെ മേലക്ക് കയറി കഴിഞ്ഞാൽ കൈന്റെ തോളം നിന്ന് അവിടുന്ന് മുറിക്കേണ്ടി വരും. ഇങ്ങനെ ഡോക്ടർമാർ പറയും. ഇതിന്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ നമ്മളെ തന്നെ ബാക്കി ഇതിൽ പെട്ടുപോയി അവർ മാറി വരണം എന്നാണ് നമ്മളെ ആഗ്രഹം. നമ്മൾ സ്നേഹപൂർവ്വം അവരെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവാതെ നമ്മൾ ഈ നാട്ടുകാരെയും ഈ നാടിനെയും ഈ കൂട്ടായ്മയെ ഒക്കെ അവഹേളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ എന്താക്കുക വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും അത്തരം ഒരു പാതയിൽ ഞങ്ങൾ സഞ്ചരിക്കും എന്ന് തോന്നലുണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറയാണ്, നടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഈ കൂട്ടായ്മ നിങ്ങൾ അതിന് വിട്ടുകൊടുക്കൂല. ഈ നാട്ടുകാർ അതിനായിട്ട് ഒരുങ്ങിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. പച്ചക്ക് പറഞ്ഞ ഞങ്ങൾ കള്ളും കഞ്ചാവും എംഡിഎയും ഇവിടെ വിൽപ്പന നടത്താൻ ഈ തെക്കുംപുറം പ്രദേശം ഞങ്ങൾ സമ്മതിക്കൂല. അതേപോലെ തന്നെ അതൊക്കെ കുത്തി കയറ്റിയിട്ട് ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുവട്ടത്തോ നമ്മളെ പരിസരത്തോ ഈ തെക്കുംപുറം പരിസരത്തോ നിങ്ങളെ വിളയാടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് തന്നെ പറയാം. അതിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ തടി. പരമാവധി എന്താ വേണ്ടിവരാ, പരമാവധി ചിലപ്പോ നമ്മളെ ജീവൻ കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് തന്നെ പറയണം, വിടൂല. അതല്ല നിങ്ങൾ ഞങ്ങൾ ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാതെ പുറത്തത്തെ ഒരാളായിട്ടല്ല നമ്മൾ പറയണത്. നിങ്ങൾ മടങ്ങി വരണം, നല്ല രീതിയിൽ മടങ്ങി വരണം തന്നെ നമുക്ക് അപേക്ഷിക്കാനുള്ള നിങ്ങളോട്. ഇനിയിപ്പോ ഈ കൂട്ടായ്മക്ക് നിങ്ങളെ അവിടെ പിടിച്ചിട്ട് പിടിയൊതുങ്ങലാന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ കൂട്ടായ്മക്ക് നിങ്ങളെ പിടിച്ചിട്ട് പിടിയൊതുങ്ങാത്തൊരു ലെവൽക്കൊക്കെ നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ മാർഗങ്ങളുണ്ട്. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, അല്ലേ? മറ്റുള്ള ഒരുപാട് ഇവരോടൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതിനെ കുറിച്ച് പോയി പറഞ്ഞപ്പോ അവരൊക്കെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയാണ്. ഇതിന് ജനങ്ങളെ സംഘടിക്കുക തന്നെയാണ് ഇതിന് വേണ്ട മാർഗം എന്നാണ് അവർ പറഞ്ഞത്, അല്ലാതെ വേറെ മാർഗമല്ല. എന്നിട്ട് നമ്മളെ കൊണ്ട് നടത്താൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുകയും എന്നാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇവിടെ വേറെ ചില വെല്ലുവിളികളൊക്കെ നടത്തിയതായിട്ട് അറിഞ്ഞു. അതൊക്കെ ഞങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. അങ്ങനെ വെല്ലുവിളിയൊക്കെ വിളിച്ച് വരുമ്പോ ഇവിടെ എന്താ പോലെ ഓർക്കെതിരിൽ സംസാരിച്ചാല് പോലെ പെരയില് മറ്റേ കഞ്ചാവ് കൊണ്ടേക്കും, എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള ജാതി വെല്ലുവിളിയൊക്കെ നടത്തിയതായിട്ട് പലരിൽ നിന്നും കേട്ടു. അതൊക്കെ നിങ്ങളെ ചെറിയ ബുദ്ധിക്ക് തോന്നുന്ന ചെറിയ പൊട്ടത്തരങ്ങളാണ്. അതിക്കൊക്കെ വരുമ്പോ എന്താ അറിയോ, നിങ്ങൾക്ക് ഈ ലോകം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് തോന്നണ ഓരോ തോന്നലാ. ഒന്നില്ലെങ്കിൽ പ്രായം പക്വത വേണ്ടത്ര ആകാത്തതുകൊണ്ട് തോന്നണ തോന്നലാണ്. നിങ്ങളെ പോലെ തന്നെ ബുദ്ധിയും വിചാരവും ആരോഗ്യവും ഒക്കെ ഉള്ള യുവാക്കൾ ഇവിടെ ഇഷ്ടംമാരുണ്ട്. ഈ തെക്കുംപുറം കൂട്ടായ്മ വേണ്ടി ഈ തെക്കുംപുറം പ്രദേശത്തുണ്ട്. അപ്പൊ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട, നമ്മളാരും വെല്ലുവിളിക്കാനില്ല. പക്ഷെ ഇങ്ങോട്ട് വെല്ലുവിളിച്ച് വന്നാലോ എന്നിട്ട് വിടൂല, അല്ലേ? അപ്പോ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളെ മാതാപിതാക്കളോടാണ്. ആദ്യം നമ്മള് വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞാല് ഉപ്പയും ഉമ്മയും തുടങ്ങണം. നമ്മളെ മക്കളെ, അത് പണ്ട് ഞാൻ വേറെ വേദിയിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു സൂചന നിന്നു. ചെറുപ്പം മുതൽ തുടങ്ങണം. ഇപ്പൊ എന്താ പ്രശ്നം അറിയങ്ങള്, പെരയ്ക്ക് ഒരു തക്കാളിന്റെ കീസായിട്ട് മകൻ വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ മകൻ ഒരു തക്കാളിന്റെ കീസും തൂക്കിപ്പിടിച്ച് വന്നാ പിന്നെ ഞാനാണ് വാപ്പയ്ക്ക് എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ഇനിയിപ്പോ ഈ പെരയത്തെ വാപ്പ ഞാനല്ല ഓനാണ് എന്ന് തോന്നല് ഉണ്ടാകുന്ന ചില രക്ഷിതാക്കളാണ്. അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. ഓൻ ആ പെരയത്തെ മുഴുവൻ ചെലവും ആ പെരന്റെ എല്ലാ ഭാരം ഏൽക്കാരും ബാപ്പയായിട്ട് തന്നെ നിൽക്കണം. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, താനിരിക്കേണ്ടവർക്ക് തായിരുന്നിട്ടില്ലെങ്കിൽ അവിടെ അത് കയറിയിരിക്കും. അത് തന്നെയാണ് ചില വിഷയങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മക്കള് നമുക്ക് നമ്മളെ വാപ്പയാകരുത്, നമ്മള് മക്കളെ വാപ്പയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങാം. ഇന്ന് വീട്ടിൽ നിന്ന് വാപ്പാക്കും ഉമ്മാക്കും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രായപരിധി കഴിഞ്ഞിങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിനെ ഏൽപ്പിക്കുക, അല്ലേ? ഞാൻ നാളെ പറഞ്ഞു, കനങ്ങാടന്മാരാണെങ്കിൽ കനങ്ങാടന്മാര്, അല്ലെങ്കിൽ മരുന്നാരാണെങ്കിൽ, അല്ലെങ്കിൽ പുതുവളപ്പന്മാരാണെങ്കിൽ
അല്ലെങ്കിലോ കണ്ടുവാർക്കക്കാരാണ്, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മളീ പ്രദേശത്തുണ്ട്. നമ്മളീ പ്രദേശത്തിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ പറയുക, ഏതെങ്കിലും ഒരു അർത്ഥത്തില് ഈ കുടുംബങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്നിൽ ഇപ്പാന്റെ വൈക്ക് ഉമ്മാന്റെ വൈക്ക് അല്ലെങ്കിൽ കെട്ട് മുഖേന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുഖേന ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബന്ധമില്ലാത്തവർ ഇവിടെ കുറവാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കണ്ടേ. അപ്പോ നമ്മളെ കുടുംബത്തില് ആണുങ്ങൾ അറിഞ്ഞിട്ട് എന്താക്കണം, അത്തരം തമ്മാഴ്ത്തം ചെയ്യണമല്ലോ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നിൽക്കണില്ലെങ്കിൽ എന്താക്കുക, വീട്ടിൽ നിന്ന് പോയി കുടുംബത്തിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെയുള്ള പരിഹാരത്തിനാണ് നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പണി നമുക്കറിയാം. അവിടെ നിൽക്കാതെ വരുന്ന കേസ് വരുന്നതാണ് പോലീസും കോടതിയും. അപ്പൊ ഞാൻ നീട്ടി പറയുന്നത്, ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ ഈ ഒരു ഇരുത്തം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിന് അല്ലേ, നമ്മൾ ഈ ആ നോട്ടീസ് കൊടുക്കാനൊക്കെ നടന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെ നാട്ടിൽ എന്താണ് ഇങ്ങനെ അതിൽ നിന്നോട് രണ്ടാളുകൾ പറഞ്ഞു അങ്ങനെ ഒരുമിച്ചുള്ള ഒരു ചിത്രം കാണാൻ കൊതിച്ചിട്ടുണ്ടെന്നാണ് സത്യം പറയുന്നത്. അപ്പൊ അതും നമ്മളെ വേറൊരു തലത്തിലുള്ള വിജയമാണ്. നമ്മള് ഇതൊക്കെ മൃഗന്റെ ചരിത്രം എടുത്തു നോക്കിയാല് ഒരുപാട് സ്നേഹവും സ്നേഹം വിളമ്പി നൽകുന്ന ഒരു നാടാണ്. ഒരു കാലത്ത് ഇപ്പോഴും ഉണ്ട്, അപ്പൊ എല്ലാം നല്ല പറഞ്ഞത് ഒരുപാട് നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ നടത്തിയ നാടാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ എവിടെ പോയി നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലാണ് നമുക്കിപ്പോ വന്ന ദുരന്തങ്ങള്. എന്തോ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മളടുത്ത് സംഭവിച്ചു. ചിലപ്പോ നമ്മൾ അറിയാതെ സംഭവിച്ചു. അതിനിടയ്ക്ക് കയറിയിട്ടാണ് ചില ദുരന്തങ്ങൾ ഇപ്പൊ ഉണ്ടായില്ല. അതിന് ഉണ്ടാകരുത്. ഈ കൂട്ടായ്മ നമ്മുടെ മരണം വരെ തലമുറയായിട്ട് കൈമാറി പോകണം ഇൻഷാ അല്ലാഹ്. അത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാന് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പരിപാടിക്ക് വേണ്ടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുന്നി മഹല് ഖത്തീബ് സുബൈർ നജാഹി മുദീരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി الذي خلق الله والسماء والصلاة والسلام على أفضل الأنبياء وعلى آله المنايا القرباء النجباء لا سيما الخلفاء أما بعد. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ പള്ളിയിലെ ഖത്തീബ്, അതുപോലെ ഈ ലഹരി കൂട്ടായ്മയുടെ ബിരുദ കൂട്ടായ്മയുടെ ചെയർമാൻ, കൺവീനർ, മറ്റു പ്രവർത്തകർ, നമ്മുടെ മഹല്ലത്തിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ നാടിന്റെ രക്ഷകർത്താക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, പിഞ്ചുമന മക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ഇതരമത സുഹൃത്തുക്കൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കൂടുതൽ നീട്ടി സംസാരിക്കാനുള്ള സമയമല്ല. ആശംസ അതിനൊരു പരിമിതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ തെക്കുംപുറം കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതിൽ ആരും മാറി നിൽക്കേണ്ടതില്ല. എല്ലാവരും ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ തെറ്റായ കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് നമുക്ക് ഓടാനും ചാടാനും കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറേണ്ട സമയമാണ്. നമുക്കറിയാം, മനുഷ്യരായി ഭൂലോകത്ത് ജനിച്ചപ്പോൾ തന്നെ അതിന്റെ മുമ്പേ നമ്മൾക്ക് ഇവിടെ ഈ ജനിക്കാൻ നമ്മൾ ഒരുങ്ങി അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യർക്ക് ജീവിതത്തിനിക്ക് ഒരു ഭരണഘടനയുണ്ട്. ഓരോ പ്രസ്ഥാനത്തിനും അവരുടെ ജീവിതത്തിനിക്ക് ഭരണഘടനയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അതിനിക്ക് പക്വമായി കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിനിക്ക് വേണ്ട നിയമപാലകർ അതിനു വേണ്ട നടപടികൾ എടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.
നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഇസ്ലാം മതത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഓരോ രാജ്യത്തും ജീവിക്കുന്ന സമയത്ത് അതിന്റെ ഭരണകൂടം നമ്മൾ നിർദ്ദേശിക്കുന്ന ആ ഒരു വിഷയങ്ങൾക്ക് നമ്മൾ അതീതമായി കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നീട്ടി പരത്തി സംസാരിക്കുകയില്ല. നിങ്ങൾ നോക്കുക, ഏതൊരു മനുഷ്യനും ഈ ഭൂമി ലോകത്തേക്ക് ജനിക്കുന്ന സമയത്ത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുമേനി പഠിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് ഈ സമൂഹത്തോട് പറയുന്നുണ്ട്, ലികുല്ലി യൂലദുൻ അലൽ ഫിത്ർ അബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി. ഏതൊരു മനുഷ്യനും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്, അവന് പ്രസവിക്കപ്പെടുന്നത് ഫിത്റൽ ഫിത്ർ, നല്ല പ്രകൃതിയുടെ പേരിലാണ്. നല്ല ഒരു ശീലത്തിനെയും നല്ല ചുറ്റുപാടുകളെയും ഉൾക്കൊള്ളാൻ പറ്റിയാവുന്ന രൂപത്തിലാണ് മനുഷ്യരെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, അബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി, അവന്റെ മാതാപിതാക്കളാണ്. ഇവിടെ നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് ആ കുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്നത്, യഥാർത്ഥ സത്യവിശ്വാസിയാക്കുന്നതും അതിന് വിഘാതമായി അതിന് എതിരായി പ്രവർത്തിക്കുന്നവരെ ആക്കുന്നതും അവരുടെ മാതാപിതാക്കളാണെന്ന് നമ്മുടെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തിലേക്ക് അറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്ന് അതിലൂടെയാണല്ലോ നമ്മളുടെ സഞ്ചാരമുള്ളത്. അങ്ങനെയാണല്ലോ എന്നതിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപറ്റം സമൂഹം എല്ലാം മറന്നുകൊണ്ട് ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് നേതൃത്വം നൽകിയിട്ട് സത്യത്തിന്റെ സരണിയിൽ അഥവാ യഥാർത്ഥ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതിനെ മുഴുവനും നമ്മൾക്ക് മുമ്പേ തുറന്നു തന്നുകൊണ്ട് ചീത്തയുടെ വഴിയെ അതിനെ പാടേ ചെറുത്തു തോൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ, അതിലേക്ക് വരണമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മെ ക്ഷണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അതിലൊരു ബിന്ദുവായി അലിഞ്ഞു ചേരൽ അനിവാര്യമായ ഒരു സമയത്തുകൂടെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നും ഖുതുബയിൽ പ്രഭാഷണം നടത്തിയതുപോലെ ഒരു മനുഷ്യനും ഒരു ലോകത്തും എവിടെയും ജനിക്കുന്ന സമയത്ത് അവന് ഒരു ഒരു തെറ്റുകാരനായി ഒരു കുറ്റക്കാരനായി ജനിക്കുന്നില്ല എന്നുള്ളത് തന്നെ സത്യമെന്ന് വെക്കുമ്പോൾ തന്നെ ഇനി ഒരാൾ അതിൽ പെട്ടുപോയാൽ തന്നെ അവനക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കേണ്ട സന്ദേശങ്ങൾ, ഉപദേശങ്ങൾ നമുക്ക് മേലുള്ള ആളുകൾ നമുക്ക് നൽകുന്ന സമയത്ത് അവരെ അനുസരിക്കണമെന്നാണ് ഇന്നും നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടന നമ്മെ ഉദ്ഘോഷിക്കുന്നത്. കാരണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യനിക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനിവിടെ സുനീർ പറഞ്ഞത്, ഞാനിവിടെ വന്നത് മുതൽ സുനീറുമായിട്ട് വളരെ അടുപ്പത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്റെ സീറെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയാൻ ഇപ്പോൾ സമയമില്ല. പക്ഷെ എന്റെ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന് ഇനിയും നമ്മൾ കോർത്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ യാത്രയിലൊക്കെ എന്നും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, തെക്കുംപുറം എന്ന് പറയുന്ന രാജ്യം, നാട്, എന്റെ ഉസ്താദെ ഇവിടെ വളരെ സ്നേഹത്തിന്റെ നാടാണ്, വളരെ സൗഹാർദ്ദത്തിന്റെ നാടാണ്. ഇന്നും ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തി. ഇന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം നടക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തുള്ള സ്നേഹവും ഇവിടുത്തെ സുഖവും ഇവിടെ സൗന്ദര്യവും എവിടെയും അസ്തമിക്കാൻ പാടില്ല. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളെ കീഴടക്കാനുള്ള കൂട്ടായ്മയാണ് ഇവിടെ രൂപപ്പെടുത്തിയത് എന്ന് എന്റെ ശ്രീ സാഹിബ് പറഞ്ഞപ്പോൾ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ വളരെ ആവേശം ഉൾക്കൊണ്ട് നിങ്ങൾ കയ്യടികളോടെ സ്വീകരിച്ചത്, ഈ രാജ്യത്ത് നന്മ വിതറുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തൽപരരാണ്, അവരുടെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്നത് സൂചനയാണ്. ഇത് ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെ മാറിപ്പോകും, നമ്മുടെ മക്കൾ നമുക്ക് അനുസരണമില്ലാത്തവരായി പോകും. നമ്മൾ അനുസരണമുള്ളവരാണ്, നമ്മുടെ പേര് തന്നെ അനുസരണമുള്ളവരാണ്. അതിൽ നിന്ന് ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. പരിശുദ്ധ ഖുർആനൊക്കെ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വേർതിരിവില്ലാതെ സമൂഹത്തിന്റെ മൊത്തം ഉന്നത വിജയത്തിന് വേണ്ടി നല്ല വിജയം ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്, വിളികളാണ് ഇവിടെ സമൂഹത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ സമൂഹത്തിനെ മൊത്തം മനുഷ്യർക്ക് അതിൽ
ഇടം കിട്ടിയെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഓർക്കണം, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് ഓരോ രംഗങ്ങളിലും പ്രവർത്തിക്കേണ്ട ഓരോ കടമകളെയും ബാധ്യതകളെയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. കുല്ലുക്കും റഅയും വകുല്ലുക്കും മസ്ഊലും അൻ റഅയതി എന്ന് തുടങ്ങുന്ന സുദീർഘമായിരിക്കുന്ന ഹദീസ് നമുക്കതിൽ പാഠമാണ്. ഇവിടെ വർഗ വിവേചനമില്ലാതെ ഓരോ മനുഷ്യരും ഉത്തരവാദിത്വമുള്ളവരാണ്. ഒരു പള്ളിയിലെ ഇമാം ഖതീബ് ആ മഹല്ലിലെ മൊത്തം ചാർജുള്ളവരാണ്. അവിടെ പിന്നെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഭേദമില്ലാതെ എല്ലാവരിലേക്കും നന്മയുടെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു വീട്ടിലെ ഗുരുനാഥൻ എന്ന് പറയുന്നത് അവനും റാഴിയാണ്, ഉത്തരവാദിത്വമുള്ളവനാണ്. ആ വീട്ടിലെ മുതിർന്ന സഹോദരനും സഹോദരിയും ഉത്തരവാദിത്വമുള്ളവരാണ്. വീടിന്റെ ഉമ്മ ഉത്തരവാദിത്വമുള്ളവരാണ്. അവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. എന്റെ സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുകയല്ല. നിബിധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നല്ല പ്രകൃതിയുടെ മേലിൽ നമ്മുടെ സമൂഹത്തിനെ നമ്മൾ പ്രസവിക്കപ്പെടുമ്പോൾ നമ്മുടെ മക്കളെ പിന്നെ എങ്ങനെയാണ് നമുക്ക് അന്യമായി മാറുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തന്റെ വീട്ടിലേക്ക് തന്റെ കുട്ടികൾ നമ്മൾ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി ആക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർന്ന് SSLC-യും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് അപ്പോഴൊക്കെ നമ്മുടെ കൂടെയാണ് കുട്ടിയുള്ളത്. 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് തന്റെ മോന് തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ എന്ന് സംശയം നമുക്ക് ഉടലെടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഇവിടെ സുനിൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ ഓരോരുത്തരുടെയും ഓരോ കുടുംബങ്ങളിലും ഉത്തരവാദിത്വമുള്ള കുടുംബത്തിന്റെ മൊത്തം മേൽനോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. അവനുമായി ഇടപെടുത്തിയിട്ട് തന്റെ മോന്റെ റൂട്ട് ശരിയല്ലെങ്കിൽ പറയണം, അവനോട് ഉപ്പയോട് പറയണം, ഉമ്മയോട് പറയണം. അവരുടെ കരാളാസ്തങ്ങളിൽ പിടുത്തത്തിലല്ലെങ്കിൽ തന്റെ അതിന് മുകളിലുള്ളവരോട് പറയണം, എന്റെ മോന്റെ നമ്മുടെ മോന്റെ നടത്തം, അവന്റെ ശീലം, അവന്റെ ചുറ്റുപാട് വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് വേണ്ട രൂപത്തിൽ അവരെ കൊണ്ടുവരണം. നമുക്ക് ചുറ്റുഭാഗത്തുമുള്ളത് എന്റെ സഹോദരങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ പെട്ടിക്കടയിൽ പോയി സ്കൂളിന്റെ അടുത്തുള്ള കടകളിൽ പോയിട്ട് മിഠായി വാങ്ങിച്ച് അത് കടിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിലൂടെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ വരെ മനുഷ്യനെ മയക്കുന്ന, വീണ്ടും അതിന്റെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന, അത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വരെ കഴിയാത്ത യുഗത്തിലേക്ക് ചുറ്റുപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ നോട്ടവും നമ്മുടെ പിടുത്തവും നമ്മുടെ കണ്ണുത്തലും നമ്മുടെ ചലനവും എത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ കൊടക്ക് കീഴിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നന്മയുടെ വഴിധാരയെ ചലിക്കുന്നവരാക്കി മാറ്റണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഇയ്യാക വഖരീന സൂഅ, നീ ശ്രദ്ധിക്കണം, നിന്റെ സ്വന്തം ശരീരത്തിനെ നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, വഖരീന സൂഅ, ചീത്ത കൂട്ടുകെട്ടിനെയും നീ മനസ്സിലാക്കണം. നീ പോകുന്ന റൂട്ട് 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്. ആ വിശ്വാസിയായ മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നീട് അവന്റെ സുഹൃത്ത് കൂട്ടുകെട്ടുകൾ ബന്ധങ്ങൾ തിന്മയിലേക്കുള്ളതാണെങ്കിൽ അവന് അതിലൂടെ അറിയപ്പെടുമെന്നാണ് നമ്മുടെ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ മറ്റൊരു പരിധിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്റെ പിതാവ് പറയണം മോനോട്, മോനെ അത് മോശമായ ഒരു കൂട്ടുകെട്ടാണ്, അതിലൂടെ നീ സഞ്ചാരം കൊണ്ടുപോകേണ്ടതില്ല, അത് നിങ്ങൾക്ക് അപകടം സൃഷ്ടിക്കും. നമ്മുടെ മകനെ നമ്മൾ ഉപദേശിക്കണം, മോളെ നമ്മൾ ഉപദേശിക്കണം. ഇങ്ങനെ നമ്മൾ നിരന്തരം നന്മയുടെ വഴിയെ ചലിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല, അതിനുള്ള അവസരം ഉണ്ടാവുകയില്ല. ഓരോ വിശ്വാസിയും അവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് തന്നെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കണമെന്നും ചീത്ത കാര്യങ്ങളെ ഒഴിവാക്കണമെന്നുമാണ്. അത് ഖുർആനിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ മാത്രമല്ല, ബൈബിളിൽ മാത്രമല്ല, നല്ല ചിന്തയിലൂടെ ജീവിക്കുന്ന സമൂഹം മൊത്തം ആഗ്രഹിക്കുന്നതും എന്റെ മുമ്പിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സ്നേഹിതകളായ സഹോദരന്മാർ, ഉമ്മമാര്, സഹോദരിമാർ, നിങ്ങളൊക്കെ മനസ്സിലാക്കിയതും മനസ്സിലാക്കേണ്ടതും അതാണ്. ഒരാൾക്കും വഴിതെറ്റിപ്പോയിട്ട് ചീത്തയുടെ ഒരു വഴിയിലൂടെ ചലിച്ചിട്ട് അവൻ തെന്മാടിയാവണമെന്ന ആഗ്രഹമില്ല. ഏതൊരു ചീത്തയായ മനുഷ്യനാണെങ്കിലും അവനിക്ക് പറയാനുള്ളത് എന്നെ പോലെ എന്റെ മോൻ ആവരുത് എന്നുള്ളതാണ്. ഞാൻ തന്നെ ഇതിൽ പെട്ടുപോയി കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡിൽ സഞ്ചരിക്കുമ്പോൾ നല്ല വഴിയിലൂടെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് വളർത്തുമ്പോൾ എവിടെയും വഴിതെന്നി പോവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയോടുകൂടെ എല്ലാവരും നല്ല മുന്നോട്ട് വന്നുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിങ്ങൾ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നമുക്ക് വിശദമായി വിഷയങ്ങൾ സംസാരിക്കാനുള്ള നമ്മുടെ SI സാറ്
കടവത്തിന്റെ നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിറഞ്ഞു നിൽക്കുന്ന പ്രഭാഷകനാണ്. എല്ലാ രംഗത്തും എല്ലാ മതങ്ങളിലും മതങ്ങളുടെ ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് സമൂഹത്തിനെ സൽസരണിയിലൂടെ ചലിക്കാനുള്ള വഴിയെ നേരെ തുറന്നുകൊണ്ട് കാണിക്കുന്ന വലിയൊരു പ്രഭാഷകനും കൂടിയാണ് സാർ അവർകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ രാജ്യത്തുള്ള സമൂഹം ഇനിയും ഒരുപാട് നന്മയിൽ എത്തിപ്പെടണം. ഇവിടെ പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തിൽ നമ്മളുടെ ആ ഒരു കൂട്ടായ്മ, യുവാക്കളുടെ ആ ഒരു സംഗമം, ആ ഒരുമിക്കൽ, അവർ ഒത്തൊരുമയോട് കൂടെ നിന്നുകൊണ്ടുള്ള ആ ഒരു മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നടന്നതാണ്. എനിക്കും ഒരുപാട് അനുഭവമുണ്ട്. എന്റെ വീട്ടിൽ ഇവിടുത്തെ നമ്മുടെ സഹോദരന്മാർ വന്നുകൊണ്ട് അവരുടെ ആ ഒരു പരിപാടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയത് നാടിന്റെ നന്മയിലൂടെ, നല്ല ഐക്യത്തിലൂടെ, സന്തോഷത്തോടുകൂടെ ഒരുമ പറ്റ മക്കളെ പോലെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം കഴിയുന്ന ഒന്നാണ്. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ബഹുമാനിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ബഹുമാന ആദരവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. 2 കാലുള്ള മനുഷ്യനും 4 കാലുള്ള ജീവികളും തമ്മിൽ ഒരുപാട് അനന്തരമുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവരെ പോലും നാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഇരുകാലികളായ മനുഷ്യരിൽ നിന്ന് വന്നുപെടുമ്പോൾ അതിനെ നാട്ടിൽ എന്നല്ല, വീട്ടിൽ എന്നല്ല, കുടുംബത്തിൽ എന്നല്ല, അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നല്ലൊരു മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിലേക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മതത്തിലെ സഹോദരന്മാർക്ക് നമസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മുടെ ഈ പരിപാടിയിലെ സ്വാഗതം ആശംസിക്കാൻ മജീദ് സാഹിബ്, അധ്യക്ഷൻ സുനീർ ഖാൻ, അതുപോലെ തന്നെ PV അബ്ദുസ്സലാം, KC ഹമീദ് സാർ, അതുപോലെ തന്നെ മുഹമ്മദ് അലി എം, ബഹുമാന്യനായ സുബൈർ നജാഹി മുദീരി. നമ്മള് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ആ കാര്യങ്ങളിലൂടെ വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ ഈ നാടിന്റെ ഈ ഗ്രാമീണതയും അതുപോലെ തന്നെ അതിന്റെ നിഷ്കളങ്കതയും തകർക്കുന്ന രൂപത്തിൽ നമുക്കൊന്നും പരിചയമില്ലാത്ത ഈ നാടിലെ സാധാരണ മനുഷ്യന്മാരാണ്, കളങ്കങ്ങളില്ലാത്ത അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിച്ചു പോരുമ്പോൾ, മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ബോംബെ അധോലോകം, കള്ളക്കടത്ത് മാഫിയ, ഇതൊക്കെ അവിടെ നിന്ന് പത്രത്തിലൂടെ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറാണ്, വല്ലാത്ത പ്രയാസമായി. ബോംബെ അധോലോകം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസം പേടിയാണ്. സംഗതി വച്ചാൽ വളരെ ഖേദമെന്നോണം, വളരെ സങ്കടമെന്നോണം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ ഈ നിഷ്കളങ്കമായ നാടിന്റെ ഊടുവഴികളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ആ ചെറുപ്പക്കാർക്ക്, അതിൽ പെട്ടുപോയിട്ടുള്ള, ഒറ്റയും തെറ്റയുമായിട്ട് പെട്ടുപോയിട്ടുള്ള ആ ചെറുപ്പക്കാർക്ക് ദീനിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ തൗഫീക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാം, കരുതിക്കൂട്ടി കൊണ്ടായിരിക്കുകയില്ല. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും അവസ്ഥകളിൽ പെട്ടുപോയ ഒരു സാഹചര്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആ യുവാക്കൾക്ക്, ആ ചെറുപ്പക്കാർക്ക് ഈ നല്ല മാർഗത്തിലേക്ക് നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് തിന്മക്കെതിരെ പ്രവർത്തിക്കാൻ, തിന്മക്കെതിരെ പൊരുതാൻ ആ ചെറുപ്പക്കാർ നമ്മളിലേക്ക് വരാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകാൻ നമ്മൾ സദാസമയത്തും പ്രാർത്ഥിക്കണം. കാരണം അവരുടെ മാതാപിതാക്കള്, ഇപ്പൊ നമ്മളൊക്കെ മക്കൾ പെട്ടുപോയി എന്ന് പറയുമ്പോ നമുക്കത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നതുപോലെ തന്നെ ആ ചെറുപ്പക്കാരുടെ മാതാപിതാക്കള്
അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എത്രയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രദേശത്തെ സ്വച്ഛം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള യുവാക്കൾക്ക് അവരെ നേരാവണ്ണം സാൽപാന്താവിലേക്ക് കൊണ്ടുവരാനുള്ള അതിനുള്ള കഴിവും പ്രാപ്തിയും യുവാക്കൾക്കാണുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവരെ ഒപ്പം നമ്മൾ കൂടിക്കൊടുക്കുക. മാതാപിതാക്കള് എല്ലാവരും, സഹോദരന്മാര്, സഹോദരികള്, നമ്മുടെ മക്കള്, കുട്ടികള് എല്ലാവരും ഈ കൂട്ടായ്മക്കൊപ്പം കൂടിക്കൊടുക്കുമ്പോ ഇങ്ങനെയുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള തിന്മകളിൽ നിന്നും മാറ്റിയെടുക്കാനും മാറി നിൽക്കാനും നമുക്ക് സാധ്യമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, സാംസ്കാരിക, ധാർമ്മികമായിട്ടുള്ള അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള രംഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമൂഹികമായിട്ടുള്ള തിന്മകളും തലവെക്കുമ്പോഴൊക്കെയും അതിവിടെ അരുത്, പാടില്ല, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് യുവാക്കളാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അത് രാഷ്ട്രീയ രംഗത്തായിരുന്നാലും മതരംഗത്തായിരുന്നാലും സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള ഏത് രംഗത്ത് സാമൂഹികമായിട്ടുള്ള ജീർണതകൾ ഉടലെടുക്കുന്നുണ്ടോ അത് ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ സാധ്യമാകുന്നത്, അതായത് അവരുടെ ആ തൃഷ്ണമായിട്ടുള്ള മുന്നിലേക്ക് നോക്കാതെ അല്ലെങ്കിൽ ലാഭേച്ഛകൾ കണക്കുകൂട്ടാതെ ആ സാമൂഹികമായി പടർന്നു പിടിക്കുന്ന ആ തിന്മയെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് യുവാക്കൾക്കാണ് അതിന് സാധ്യമാകുക. അവരാണ് അതിന് മുന്നിട്ട് നിൽക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു സാമൂഹ്യ തിന്മ ഇതിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരാള് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നമസ്കരിക്കാത്ത വ്യക്തിയും അല്ലെങ്കിൽ ആ കുടുംബവും പടച്ചവരുമായിട്ട് അവരുമായിട്ടാണ് അതിനുള്ള ബന്ധം. സമൂഹത്തിന് വലിയ പ്രയാസങ്ങളില്ല. ഒരാൾ നോമ്പനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല. ആ വ്യക്തിയും അല്ലാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള മഴയ്ക്ക് വരുന്ന പ്രയാസങ്ങൾ അത് ആ കുടുംബത്തെ മാത്രമല്ല, ആ വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ ഒന്നടങ്കം കന്നു നിന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് എന്ന് മുതലാണ് ഇത് അന്യം നിന്ന് പോയത്? അതായത് നാടുകളിൽ, ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള തിന്മകൾ തലവെത്തി തുടങ്ങുമ്പോ അതിനെതിരെ പ്രതികരിക്കുന്നത് നാട്ടുകൂട്ടങ്ങളും അല്ലെങ്കിൽ ആ നാട്ടുകാരുമായിരുന്നു അതിൽ ഇടപെട്ടിരുന്നത്. അത് അവിടെ തന്നെ ഇല്ലാതാകുമായിരുന്നു. പക്ഷേ അത് അന്യം നിന്ന് പോയ അവിടെ നിന്നാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്, മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ളതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, പല കമ്മീഷനുകളുടെ കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ അന്യം നിന്ന് പോയതിന്റെ അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും എത്തി നോക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ, അതായത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതുപോലെയുള്ള സാമൂഹിക തിന്മക്കെതിരെ ഒന്നിച്ചു നിന്നോ പടവരുതുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നത്. അതാ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് പ്രയാസങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ മാത്രമല്ല, സമൂഹത്തിന് തന്നെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബല്ലദീന ളലമൂ മിൻകും ഖാസ. അതായത് ഒരു പ്രയാസങ്ങൾ, ഒരു വിപത്ത് അത് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് അത് പിടികൂടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അത് സമൂഹത്തെ ഒന്നടങ്കം കാഞ്ഞു തിന്നുന്നതായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് സമൂഹത്തില് അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇന്ന് തോന്നിപ്പോകാം ഇത് ഇന്നലെ ഇറങ്ങിയ ആയത്താണോ എന്ന് നമുക്ക് തോന്നിപ്പോകാം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബല്ലദീന ളലമൂ മിൻകും ഖാസ. അതായത് ആ അക്രമം ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അത് പിടികൂടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒരു സമൂഹത്തിന്റെ നല്ല നടപ്പിന് വേണ്ടിയിട്ട്, നല്ല മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും മതം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ തൊട്ട് നമ്മൾ കൃത്യമായിട്ട് ആ ചിട്ടയോടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മിലേക്ക് കടന്നു വരില്ല. സമയം വൈകിപ്പോയി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അതെന്ത് ചെയ്യണം? നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതെന്ത് വേണം? അതെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നിടത്ത് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. അത് നൽകിയിട്ട് അത് സാധ്യമാകുന്നില്ല എങ്കിൽ അതിന്റെ പിന്നോടിയായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോ എങ്ങനെയാണോ ഈ ഒരു സാമൂഹികമായിട്ടുള്ള തിന്മകൾ
നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാകുന്നത് ആ രൂപത്തിലൊക്കെ നമ്മൾ അതുമായിട്ട് പെരുമാറേണ്ടി വരും. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മുമ്പ് നമ്മുടെയൊക്കെ മക്കളിൽ, നമ്മുടെയൊക്കെ നാളുകളിൽ, ഇപ്പൊ നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഉപദേശിക്കാൻ അതിന് അർഹതയുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് വീട്ടുകാർക്ക് ഉപദേശിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു, നാട്ടുകാർക്ക് ഉപദേശിക്കാൻ വേണമെങ്കിൽ രണ്ട് കൊടുക്കാനും അതിനൊക്കെയുള്ള അവകാശങ്ങൾ ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതെന്നു മുതലാണോ അന്യം നിന്ന് പോയത് അവിടെയാണ് പ്രയാസങ്ങൾ തലപൊക്കി തുടങ്ങുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള നിയമം, പക്ഷേ നമ്മളൊക്കെ എന്ത് വിചാരിച്ചു, ഓരോ കമ്മീഷനുകൾ വരുമ്പോ അല്ലെങ്കിൽ ഓരോ എന്താണ് അതിനുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മൾ വിചാരിച്ചത് അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്നാ. പക്ഷേ അതിലൊക്കെ ഒരുപാട് അജണ്ടകളുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ് നമ്മൾ വിചാരിച്ചത് അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, അല്ല, അതൊന്നും നമ്മുടെ നന്മക്ക് വേണ്ടിയല്ലായിരുന്നു എന്ന് ഇപ്പൊ ബോധ്യമാകാണ്. ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആ കാര്യങ്ങൾ ബോധ്യമാകാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അന്നുണ്ടായിരുന്ന ആ നിർദ്ദേശങ്ങൾ, ആ ഉപദേശങ്ങൾ വീണ്ടും തലമുറകളിലേക്ക് തിരിച്ചു വരുമ്പോ എന്താണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ തന്നെയാണല്ലോ. എന്താണ് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. ആ ഉത്തമ സമൂഹമാകാനുള്ള മാനദണ്ഡം അല്ലാഹു പ്രഖ്യാപിക്കുന്നത് എന്താണ്, നിങ്ങൾ തഅമറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാകണം. അതുപോലെ തന്നെ വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരാകണം. അത് അന്നു പോയ അവിടെ തൊട്ടുകൊണ്ടാണ് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ടായിരുന്നത്. അത് എന്നെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ ഓരോരുത്തരും സമാധാനം കൊണ്ടു. എന്താണ് ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ കുറെ ദൂരത്തിൽ നിന്ന് അകലത്തിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോ അതെന്താണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നു, നമ്മൾ വളരെ അത്ഭുതം കൂടിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ, കൊലപാതകങ്ങൾ കേൾക്കുമ്പോ, അതുപോലെ തന്നെ ആത്മഹത്യകൾ കേൾക്കുമ്പോ, പ്രയാസങ്ങൾ കേൾക്കുമ്പോ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്, ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും. അതായത് നിങ്ങളിലൂടെ എന്താണ് നന്മ കൽപ്പിക്കാത്ത, തിന്മ കൽപ്പിക്കുന്ന, അതുപോലെ തന്നെ നന്മ വിരോധിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ചോദിച്ചു, അങ്ങനെയുള്ള കാലം വരുമോ നബിയെ എന്ന്. തീർച്ചയായിട്ടും വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട്, ലോകത്തോട് താക്കീത് ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് കരകയറാനുള്ള ഒരു മാർഗമുണ്ട് എങ്കിൽ ഈ നന്മ കൽപ്പിക്കലും അതുപോലെ തന്നെ തിന്മ വിരോധിക്കലുമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമൂഹിക തിന്മകളും സമൂഹത്തിലേക്ക് പടർന്നു പന്തലിച്ചതിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കൂ നിങ്ങൾ, ആ ബോധം തന്നെ, അതായത് ഞാൻ ആരാണ് എന്നുള്ള ആ ബോധത്തെ തന്നെ മറപ്പിച്ചു കഴിയുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ പ്രസവിച്ച മാതാവിനെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ മക്കൾ വളർന്നു വരുമ്പോ സമൂഹത്തിന് അതിന് പ്രയാസങ്ങളുണ്ടാകും. നേരത്തെ ഓതി വെച്ച ആയത്തതാണ്, നിങ്ങൾ ആ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അത് പിടികൊള്ളുക എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ടതില്ല. അങ്ങനെ ഇരുന്നാൽ അതിന്റെ തിക്തഫലങ്ങൾ സമൂഹം അറിയുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. നോക്കൂ നിങ്ങൾ, ആ ഉമ്മയെ കഴുത്തറുത്ത് വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകുമ്പോ അവനെന്താണ് പ്രൈഗീസ് കൊടുക്കാണ് ആളുകൾക്ക്, നോക്കി നിൽക്കുന്നവർക്ക്. എന്നിട്ട് മറുപടി എന്താണ്, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രത്യുപകാരമാണ് ഞാൻ ചെയ്തത്. ജന്മം നൽകിയതിനുള്ള പ്രത്യുപകാരം സ്വന്തം മാതാവിനെ അറുത്തുകൊല്ല. ആലോചിക്കാൻ പോലും നമുക്ക് എന്താണ് സാധ്യമാകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. അത് അധികരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ തടഞ്ഞു നിർത്തിയാൽ മാത്രമേ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള സമൂഹത്തിന്റെ ജീവിതം സുഗമമാകുകയുള്ളൂ. ഇന്നത്തെ ഈ സമൂഹം ജീവിക്കുന്നത് മുമ്പുണ്ടായിരുന്ന പക്വതയും പാകതയും ഒക്കെ പഠിച്ചിട്ടുള്ള, എത്തിപ്പിടിച്ചിട്ടുള്ള ആ സമൂഹത്തിന്റെ ആ തണലിൽ, ആ കാരണവന്മാരുടെ ആ തണലിലാണ് ഈ സമൂഹത്തിന്റെ ജീവിതം. അതുപോലെ ഈ സമൂഹം നഷ്ടപ്പെട്ടു പോയാൽ, ഇവരങ്ങ് വലിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹത്തിലേക്കാണ് ദീനിന്റെ, അതുപോലെ തന്നെ മതത്തിന്റെ, സംസ്കാരത്തിന്റെ, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടുകൂടിയുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കണമെന്നുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങളും നമ്മൾ നൽകേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വളർത്തിയെടുക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടാകുകയുള്ളൂ. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്
എന്താണ് ഈ സമൂഹത്തോട് തനിക്ക് ഒരു കടപ്പാടുമില്ല എന്നുള്ള രൂപേണയാണ് അവരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും. അതുകൊണ്ട് ആ മക്കളെ വളർന്നു വരുന്ന തലമുറ അവരെന്താണ് അവർക്ക് അറിയാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ടെന്താണ് എല്ലാ രംഗത്തും ഉന്നതിയാണെന്ന് വാദിക്കുന്ന നമ്മള് ഇപ്പൊ നമ്മളെന്നെ ആലോചിച്ച് നോക്കാൻ നോട്ടീസിലുണ്ടെന്നാണ് ഈ കേരളത്തിൽ പോലും എന്നുള്ളതാണ്. കേരളത്തിൽ പോലും സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ധാർമ്മികമായി മുന്നിട്ട് നിൽക്കുന്ന നമ്മളെ കേരളത്തിൽ പോലും എന്താണ് അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, അങ്ങനെ ഒരു കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ സ്ഥലത്തുമല്ല, നമ്മുടെ രാജ്യത്തല്ല, ഈ ലോകത്ത് തന്നെ സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹികമായിട്ടുള്ള തിന്മകൾ വിചാരണം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആരും ഇതിന് വികാരം നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മിൽ നിന്ന് ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഈ സാമൂഹികമായിട്ടുള്ള തിന്മയെ ഇവിടെ നിന്ന് വിചാരണം ചെയ്യുന്നതിന് വേണ്ടി, പുറത്താക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിനുവേണ്ടിയിട്ട് എന്ത് വേണം, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുവാക്കളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ അവർ വരുത്തിയിട്ടുള്ള പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കൂട്ടായ്മക്ക് നമ്മുടെ എല്ലാവിധ സഹായങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇതിന് ഞാനും നിങ്ങളുമാണ്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള കുറച്ചാളുകൾ മാത്രമല്ല, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി എന്നാണ് നമ്മൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അല്ല, ഈ കൂട്ടായ്മയിൽ നമ്മൾ എല്ലാവരും ഭാഗമാക്കാണ്. ഓരോരുത്തരും മാതാവും പിതാവും അതുപോലെ തന്നെ ജ്യേഷ്ഠനയ്യന്മാരും അവരുടേതായിട്ടുള്ള കർത്തവ്യങ്ങളും കടമകളും നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. സഹോദരിമാര്, ഉമ്മമാര് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മക്കള് ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്നവരാണ്. അവരെ വളർത്തിയത് ഉമ്മമാരാണ്. നമ്മള് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയും നമ്മൾ സമ്പത്ത് ചെലവഴിക്കുകയും അതുപോലെ അതിനേക്കാൾ അധികമായിക്കൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അൽ ഉമ്മു അസ്മനു കൻസുൻ ഫി ആദിഹി ദുനിയ. ഉമ്മ എന്നുള്ളത് ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിച്ച ഒരു സമ്പത്താണ്, ഒരു നിധിയാണ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കവി പറഞ്ഞത് അങ്ങനെയാണ്, ഉമ്മ ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിധിയാണ്, ആ ഒരു സമ്പത്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ ഉമ്മമാരും വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പേരുകേട്ടതായിട്ടുള്ള ലോകത്തറിയപ്പെടുന്ന മഹാന്മാര്, അവരൊക്കെ പിന്നില് ഒരു ഉമ്മയുടെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് അവരുടേതായിട്ടുള്ള കടമകളും കടപ്പാടുകളും അവരെന്താണ് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതല്ല. പക്ഷേ കൂടുതൽ തന്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടതും പ്രവർത്തിക്കണം അതുപോലെ തന്നെ പരിപാലിക്കേണ്ടതും മാതാക്കളാണ്, സഹോദരിമാരാണ് എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ പിന്നിൽ നിരന്നുകൊണ്ട് അതിലെന്താണ് പെട്ടുപോയിട്ടുള്ള ഈ പ്രയാസങ്ങളെ, ഈ സാമൂഹ്യ വിപത്തിനെ നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് തുരത്തിക്കൊണ്ട് സമാധാനത്തോടുകൂടി സ്വച്ഛതയോടുകൂടി നമ്മുടെ റോഡുകളിലൂടെ നമ്മുടെ സഹോദരന്മാർക്ക് നടന്നു നീങ്ങാൻ, നമ്മുടെ സഹോദരന്മാർക്ക് കിടന്നുറങ്ങാൻ, വീടുകളിൽ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്കെന്തായിരിക്കണം, നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രവർത്തിക്കാം. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നൽകുക. അതുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മക്ക് ഈ തെക്കുംപുറം കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ എല്ലാവിധ കരുതലുകളും കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്കും നിർദ്ദേശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, തെക്കുംപുറം കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കേരളത്തിൽ സുപരിചിതനായ ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും അനവധി ക്ലാസുകൾ എടുത്തിട്ടുള്ള ബഹുമാനനായ പ്രഭാഷകൻ ലങ്കേഷ് കടവത്ത് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തെക്കുംപുറം കൂട്ടായ്മയുടെ ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി സാറിനെ കൃത്യമായി വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
തെക്കുംപുറം സലഫി മസ്ജിദ് പരിസരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ആരാധനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുനിൽ ഖാൻ, കെ സി ഹമീദ്, പി വി അബ്ദുൽ സലാം, കെ പി അബ്ദുൽ സലാം, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ടി കെ മജീദ്, ഷൌക്കത്ത് അലി മൗലവി, ശ്രീ സുബൈർ നജാഹി മുദിരി, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട തെക്കുംപുറം നിവാസികളെ, വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാട് ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാമിൽ ഇത്രയേറെ സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ഇത്രയേറെ അനുഗ്രഹീതമായ ഒരു വേദി ഞാൻ ഈ അടുത്ത് ആദ്യമായി കാണുകയാണ്. അപ്പൊ ഈ നാട്ടില് ഈ പോരാട്ടത്തിൽ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ നാട് വളരെ മോശമായ അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട് മാത്രമല്ല, ഈ നാടിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഒരു കോഴിക്കോട് ജില്ലക്കാരനാണ്. ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ അനുഭവം, അല്ലെങ്കിൽ എന്റെ പോലീസ് ജീവിതം എനിക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെയാണ് തെക്കുംപുറത്തിലുള്ള പ്രിയ സുഹൃത്തുക്കൾ ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് വരേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ആളുകൾക്ക് ഭയമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ലഹരി കൊണ്ടുള്ള നാശത്തിന്റെ, ആപത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ തോന്നലിൽ ഈ നാടും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊക്കെ ഇത് കേട്ടറിവുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ, ലഹരിയുടെ നാശത്തെ കുറിച്ചിട്ടുള്ള കേട്ടറിവുകൾ. ലഹരി എന്ന് പറയുമ്പോൾ കള്ളും കഞ്ചാവും സിഗരറ്റും അങ്ങനെ കുറെ സാധനങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. ഞാൻ ആ സാധനങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പുതിയ സാധനത്തിന്റെ പേര് പറയുന്നു വിചാരിച്ചിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് വെറുതെയാണ്. കാരണം കള്ളും കഞ്ചാവും ഒന്നുമല്ല നമ്മുടെ നാടിന്റെ പ്രശ്നം. ലോകം ഉണ്ടായ അന്ന് മുതൽ കള്ളും കഞ്ചാവും സിഗരറ്റും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ മാന്യമായി നട്ടല് നിവർത്തി ജീവിച്ച ഒരു മനുഷ്യ സമൂഹവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ നട്ടല് നിവർത്തി ജീവിക്കുന്ന മനുഷ്യജന്മങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് നമ്മളെപ്പോലെ നട്ടല് നിവർത്തി നടക്കുവാൻ കഴിയാതെ ആപത്തിലേക്ക് പോകുന്ന തലമുറ എന്തുകൊണ്ട് അങ്ങനെ ചലിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ്, അതിനെതിരെ തടയിടുമ്പോഴാണ് ഈ ബോധവൽക്കരണവും ഇതിനെതിരെയുള്ള പരിപാടികളും ശക്തമാകുന്നത്. അവിടെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ പോകുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടണം. അതാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള എന്താ അറിയുക? നിങ്ങളെ വീട്ടിലെ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ നല്ല കുട്ടികൾ തന്നെയാണോ? കുട്ടികൾ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു അമ്മ പറഞ്ഞ മറുപടി ഉണ്ട്, നല്ലോണം കേൾക്കും, പാമ്പിന്റെ ചെവിയായിന് എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ കുറിച്ച്, ആപത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരാൾക്കും മക്കളുടെ നാശത്തിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പലപ്പോഴും മടിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുള്ളതാരോ, നിങ്ങൾ ഇങ്ങനെയൊന്നും എന്നെ നോക്കല്ല കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടുവന്ന കുറെ സാധനം ഉണ്ട്, അതെല്ലാം മറന്നുപോയി. ഞാൻ എന്താ നിങ്ങളെ നോട്ട അത്ര ശരിയല്ല. അതുകൊണ്ട് കുറച്ചും കൂടി നല്ലോണം മനുഷ്യനെ നോക്കുന്ന പോലെയാണ് നിങ്ങൾ എന്നെ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് ഈ നാട്ടിൽ എത്രത്തോളം മക്കളൊക്കെ നിയന്ത്രണ വിധേയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? യെസ് ഓർ നോ? 6:30 മണിക്ക് എഴുന്നേൽക്കുന്ന പറഞ്ഞ കുട്ടി 6:30 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടോ? 10 മണിക്ക് ഉറങ്ങ് എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറൊക്കെ ആയിട്ട് കുടിക്കുന്നുണ്ടോ? മുടി വിചാരിച്ചവരെ പിടിച്ചാൽ കിട്ടുന്നുണ്ടോ? ട്രൗസർ ഉടുക്കേണ്ടടുത്ത് തന്നെയാണോ ഐക്കൾ ഉടുക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ഉത്തരവും നിങ്ങൾ പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് എന്നർത്ഥം. ഇത് ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, നാട്ടിൽ മൊത്തത്തിലുള്ള പ്രശ്നമാണ്.
പക്ഷെ രക്ഷകർത്താക്കൾ പറയുന്നത് എന്താ അറിയോ? പിടിച്ചാ കിട്ടുന്നില്ല, പറഞ്ഞാ കേൾക്കുന്നില്ല. ഇനി എന്തുകൊണ്ട് നിങ്ങളെ മക്കളിവിടെ വന്നില്ല? എല്ലാ മക്കളെയും ഞാൻ ഇവിടെ കാണുന്നില്ല. എന്തുകൊണ്ട് ആ മക്കളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പല രക്ഷകർത്താക്കളും പറയുന്ന മറുപടിയുണ്ട്. ബോറാണ് ഐറ്റിയുടെ ടീംസ് ഒന്നും ഇല്ലെങ്കിൽ ഐറ്റികൾ വരൂല്ല. ഓലിങ്ങനത്തെ ഇതൊന്നും ഓർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളൊരു മറുപടിയാണ് പലപ്പോഴും രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നമ്മൾ കേട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സദസ്സിൽ നോക്കിയാലും നമുക്ക് കിട്ടേണ്ടുന്ന കുട്ടികളുടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അവരൊരു 10 വയസ്സിനിടയിലും 30 വയസ്സിനിടയിലുള്ള ആളുകളുടെ എണ്ണം കുറവാണ് ഈ സദസ്സിൽ. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഞാനും ആദ്യം ചെയ്യേണ്ടത്. അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നതാണ്. ബാപ്പയോടൊപ്പം ഈ കുട്ടി നടക്കണം, ഉമ്മയോടൊപ്പം കുട്ടി നടക്കണം. കുട്ടിക്ക് ഉമ്മയുടെ കൈ പിടിക്കുമ്പോഴും അമ്മയുടെ കൈ പിടിക്കുമ്പോഴും അച്ഛന്റെ ബാപ്പയുടെ കൈ പിടിക്കുമ്പോഴും ആത്മവിശ്വാസം ഉണ്ടാവണം. ആദ്യം പിടിക്കേണ്ടത് ഈ കൈകളാണ്. ആ കൈകൾ പിടിക്കണമെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. അവിടെ ആരും കുഴപ്പക്കാരൊന്നുമല്ല. ചൈന ഇതെല്ലായിടത്തും പ്രശ്നങ്ങളെന്ന് അറിയും. നമ്മുടെ ചൈനയിലും ഈ സംഗതിയുണ്ട്. മക്കളെ എങ്ങനെ പോറ്റണം എന്നറിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിന്റെ ശാപം. മക്കളങ്ങ് പോറ്റിവിടുകയാണ്. എങ്ങനെയാണ് മക്കളെ പോറ്റുന്നത്? എന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണ്. അങ്ങോട്ടുള്ള അടുത്ത വീട്ടിലുള്ളവൻ ഏത് കോഴ്സാ ചേർന്നത്, ഏത് സ്കൂളാ ചേർന്നത്, അവിടെ തന്നെ ഞാൻ ചേർക്കും. അത് ഏത് പൈസ കൊടുത്താലും സാരമില്ല, ഓനെ മുമ്പിൽ നമ്മൾ തലതാഴ്ത്തരുത് എന്നുള്ളൊരു ധാരണയുണ്ട്. അല്ലാതെ മക്കളുടെ മനസ്സറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളെ മക്കളെ നമ്മൾ പോറ്റുന്നത്. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ നാട്ടിലുണ്ട് എങ്കിൽ അതും പോട്ടെ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കുറിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ ഉണ്ടോന്നില്ല. നിങ്ങളെ കാണുന്ന എനിക്ക് ചിരി വരും. നിങ്ങളെ നോട്ടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന പറയാം. ഞാൻ കഞ്ചാവാറ്റം വെക്കുമ്പോൾ ഒരുത്തനെ പോലെ ഉണ്ട്. അപ്പൊ സ്വാഭാവികം നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുക, ഞാൻ നിങ്ങളെ കഞ്ചാവ് തിന്നിപ്പിക്കോ അങ്ങനെ തോന്നല്ല. അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഇല്ല. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നതിന്റെ പേര്. അപ്പൊ ബോധവൽക്കരണ ക്ലാസ് നൽകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബോധമില്ല, അല്ലെങ്കിൽ എനിക്ക് ബോധമില്ല, ഏതോ ഒരാൾക്ക് ബോധമില്ല. ഇപ്പൊ ലഹരി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് അറിഞ്ഞാലല്ലേ ഈ ബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഇല്ല. ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഓരോരുത്തരായിട്ട് പോയിട്ട് മരിക്കണം. കാരണം എന്താ പറയുക, ലഹരി ഇല്ലാതെ ഒരു മനുഷ്യ ജന്മത്തിനും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നിങ്ങളും ഞാനും ഇറങ്ങി പുറപ്പെടുമ്പോ എന്താണ് ലഹരി എന്ന് മനസ്സിലാക്കിയാലല്ലേ ഇതിനെതിരെ പോരാട്ടം നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ള ചോദ്യം ഉത്തരം എനിക്കറിയാം. ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്താ പറയുക? സിഗരറ്റും കള്ളും കഞ്ചാവുമാണ് ഓടി വന്നിട്ടുണ്ടാവുക. സിഗരറ്റും കള്ളാവും കഞ്ചാവും ഒന്നും അല്ല ലഹരി. ലഹരി എന്ന വാക്കിന് നമ്മൾ കൊടുത്ത നിർവചനം ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ ആ വസ്തുവിനെ, ആ സാധനത്തെ, ആ സംഗതിയെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനത്തെയാണ് നമ്മൾ ലഹരി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. എന്തെങ്കിലും കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുക, അതാണ് സിമ്പിൾ. എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക, അതിനെയാണ് ലഹരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും കാണണം, ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. എന്താണ് രാവിലെ എണീക്കുമ്പോൾ കാണണമെന്നും ഉപയോഗിക്കണം എന്ന് തോന്നുന്നത്? വെരി ഗുഡ്. നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നത് മൊബൈൽ ഫോണാണ്, ഇല്ല റീൽസ് ആണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് ആണ്. ഈ മൊബൈൽ ഫോണിനെ ചേർത്ത് പിടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് നോക്കാനാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, ചൂടുവെള്ളം കുടിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ ചായയും കാപ്പിയും ചൂടുവെള്ളം കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ചൂടുവെള്ളവും ലഹരിയാണ്. ഭക്ഷണം കാണുമ്പോൾ വീണ്ടും വീണ്ടും തിന്നണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിന്നലാണ് ലഹരി. യാത്ര ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, അത് ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകുന്നുണ്ട് എങ്കിൽ യാത്ര ലഹരിയാണ്. പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകുമ്പോഴും നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ, വീണ്ടും വീണ്ടും പള്ളിയിൽ പോകണമെന്നും നിസ്കരിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ പോക്കും നിസ്കാരവും പ്രാർത്ഥനയും ലഹരിയാണ്. ഉറങ്ങുമ്പോഴാണ് സന്തോഷമെങ്കിൽ ഉറക്കം ഒരു ലഹരിയാണ്. ഓക്കെ. അപ്പൊ ലഹരി എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനം വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനും തോന്നുന്നത് എന്നാണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞതല്ലാണ്ട് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടോ നിങ്ങൾക്ക്? സാർ ഉണ്ടോ? ഒന്നുമില്ല. അല്ല നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് കല്യാണം കഴിച്ചു? നിങ്ങൾ
കഴിച്ചിനാ? ഭർത്താവിനെ കാണണം മുട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഓ, കല്യാണം കഴിച്ചാൽ ഭർത്താവിനെ നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ സാർ? ഭാര്യനെ കാണണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ ടീം തന്നെ കേട്ടോ. ഭാര്യ എന്ന് പറയുമ്പോൾ മുഖം കഴിവാഴ്ച, ഇത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. സ്വാഭാവികമായിട്ടും അവിടെയാണ് നമ്മൾ പാളിച്ച്. നിങ്ങള് ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെന്തുവാ വിചാരിച്ചത്? നോർമലി കല്യാണം കഴിച്ച ഒരാൾക്ക് ഭർത്താവിനെ കാണണം എന്ന് തോന്നണം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണണമെന്നും ഭർത്താവിന് ഭാര്യനെ കാണണമെന്നും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ കാണണമെന്നും തോന്നണം. ഇവർക്ക് മക്കളുടെ മനസ്സിൽ ഉപ്പേനെയും ഉമ്മേനെയും കാണണമെന്നും അടുത്തേക്ക് പോകണമെന്നും തോന്നണം. വീട്ടിലേക്ക് വരണമെന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭർത്താവിന് ഭാര്യ ലഹരിയാവുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവ് ലഹരിയാവണം. ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾ ലഹരിയാവണം. ഈ 4 പേർക്കും വീട് ലഹരിയാവണം. അപ്പൊ നിങ്ങൾ ഏതാ ലഹരി ഇല്ല എന്ന് പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഭാര്യ ഇല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മൾ വിചാരിച്ചതും പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ശരിയല്ലേ? അല്ല കുട്ടികളെ, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ബുക്ക് വായിക്കണം എന്ന് മുട്ടുന്നുണ്ടാ? ഭാഗ്യം, എന്റെ ടീമിന്റെ നേട്ടങ്ങള്. സ്വാഭാവികമായിട്ടും ബുക്ക് വായിക്കണമെന്ന് മുട്ടുന്നുണ്ടെങ്കിൽ വായന ഒരു ലഹരിയാകുമായിരുന്നു. വൈകുന്നേരം കളിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കളി ഒരു ലഹരിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ഓടി വരേണ്ടുന്നത് ഭർത്താവിന്റെ കുടുംബത്തെയായിരുന്നു. അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുമ്പോൾ ഓടി വരേണ്ടുന്നത് ഏതെങ്കിലും ഗെയിമിനെ കുറിച്ചായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത് സിഗരറ്റും കള്ളും കഞ്ചാവും ആണെങ്കിൽ അത് ആരുടെ തകരാറാണ്? ഈ മക്കളുടെ മനസ്സിലേക്ക് കുടുംബമാണ്. അതുകൊണ്ടാണ് പോലീസിനൊക്കെ തള്ളി പറയുന്നുണ്ടെങ്കിലും പോലീസ് ലഹരിക്കെതിരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഭർത്താവിനെയും ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്കും വേണ്ടാത്ത ലഹരി കടന്നു വരില്ല. അപ്പൊ ഈ നാട്ടിൽ വേണ്ടാത്ത ലഹരി നമ്മുടെ മക്കളിലേക്കും മുതിർന്നവരിലേക്കും വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അവിടെ കുടുംബം ശക്തമല്ല. ഈ നാട്ടിൽ കളി ശക്തമല്ല. ഇവിടെ മക്കൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും കളിക്കാനുള്ള സ്പേസും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ, കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരമുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് മറ്റു വേണ്ടാത്ത ലഹരി കടന്നു വരില്ല. ഉറപ്പാണ്. ഇപ്പൊ എവിടെയാണ് പാളിച്ച പറ്റിയത്? മക്കൾ എന്തുകൊണ്ട് ലഹരിയിലേക്ക് പോകുന്നത് വെച്ചാൽ വീട്ടിലേക്ക് ആയിട്ടേക്ക് വരാൻ തോന്നുന്നില്ല. ബാപ്പയും ഉമ്മയായിട്ടാണ് ഉപദ്രവിക്കുക, പടി, തിന്ന്, കുളി. അതിനപ്പുറത്തേക്ക് മക്കളുടെ മാനസികമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അവർ മറ്റു വഴികൾ തേടിപ്പോകും. അതാണ് ഇതിന്റെ ലോജിക്ക്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കള്ളിനെതിരെയും കഞ്ചാവിനെതിരെയും ഒന്നല്ല പോരാടേണ്ടത്, ജീവിതത്തിന് വേണ്ടിയാണ് പോരാടേണ്ടത്. പക്ഷെ അത് നടക്കൂല. കാരണം എന്താ അറിയോ? അങ്ങനെയാണ് നമ്മളെ നാട്. ഞാൻ 13 കൊല്ലമായി ക്ലാസ് എടുക്കുന്നു. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഈ 13 കൊല്ലം ഞാൻ ക്ലാസ് എടുത്തിട്ട് ഒരൊറ്റ മനുഷ്യൻ നന്നായിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പൊ നിങ്ങൾ ഈ കൊല്ല പൊട്ടാ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. ഞാൻ ഇവിടെ വന്നതെന്ന് അറിയോ? നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല, എനിക്കൊരു ഉദ്ദേശമുണ്ട്. അത് ഞാൻ ക്ലാസിന്റെ അവസാനം പറയും. ആദ്യം പറഞ്ഞാൽ കൊളായിപ്പോയി. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ടോ ലഹരി വിരുദ്ധ റാലി നടത്തിയോണ്ടോ നിങ്ങൾ നന്നാവില്ല. ഒരു കാര്യം ഞാൻ എന്റെ 21 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരെന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സാണ് മലയാളിയുടെ. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ആപത്തുണ്ടാവണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഇതിനെതിരെ പോരാടാൻ കഴിയുള്ളൂ. അപ്പോഴേക്കെല്ലാം പിടുത്തപ്പെട്ടുപോയിട്ടുണ്ടാകും. ഞാൻ ഇന്ന് വരുമ്പോഴും ഒരു 16 വയസ്സുകാരൻ ലഹരിക്ക് അടിമപ്പെട്ട് ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു അമ്മ, എന്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയാണ്. അവൾ പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പിടുത്തം വിട്ടുപോയി, ഞാൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു നിങ്ങളെ മക്കൾ വഴിതെറ്റുന്നതെന്ന് ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞാണ്, ആ കുട്ടി ഏറ്റവും നല്ല കുട്ടിയായിരുന്നു, ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയ നിമിഷമായിരുന്നു എന്റെ ജീവിതത്തിൽ. പക്ഷേ ഞാൻ നേരിട്ട് അവൻ ഈ ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കിപ്പോ പേടിയാവുന്നു എന്നാണ്. കഴിഞ്ഞ നിമിഷം വരെ നമുക്ക് പേടിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ, നിങ്ങളുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തൽക്കാലത്തേക്ക് ഇന്ത്യ നന്നാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിനെല്ലാം ഇവിടെ ആളുണ്ട്. എന്നും കൈവിട്ടുണ്ട്. കേരളം നന്നാക്കാൻ തീരെ നോക്കണ്ട. അതിനും ആരെങ്കിലും എല്ലാം ഉണ്ട് ഇവിടെ. ഈ പഞ്ചായത്ത് നന്നാക്കാൻ നിങ്ങൾ നോക്കണ്ട. അതിനൊക്കെ മിടുമിടുക്കരായ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ നന്നാക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? നിങ്ങളുടെ സ്വന്തം വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കണം. സ്വന്തം വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുന്ന മനുഷ്യന് മാത്രമേ ഇനി മുന്നോട്ടുള്ള യാത്ര സുഗമമാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ വലിയ ക്ലാസ് എടുക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് ക്ലാസ് എടുക്കാനേ അറിയില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പോലീസ് സ്റ്റേഷനിൽ കണ്ട കുറച്ച് സാധനങ്ങളോട് പറയാനുള്ള മാത്രം ഒരു കുശുമ്പ് പരിപാടി.
ആടെ കണ്ടത് ഇവിടെ വിളിച്ചു പറയാം. അതുകൊണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒരു അനുബന്ധമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ അറിയോ? നിങ്ങളെ മക്കളൊക്കെ നല്ലോണം ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉമ്മ പറയുന്നത് കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഈ കുട്ടികളൊന്നും നിങ്ങൾ ഇതൊന്നും പറയുന്ന അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങളെ ബാപ്പ എന്ന് വിളിക്കുക? നിങ്ങളെ മക്കൾ നിങ്ങൾ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു നല്ല ഉമ്മയാവുക? അപ്പൊ നല്ല ഉമ്മയാവണമെങ്കിൽ, നല്ല ബാപ്പയാവണമെങ്കിൽ, നല്ല കുട്ടികളാവണമെങ്കിൽ അവരെ നിയന്ത്രിക്കാനും ശാസിക്കാനും തിരുത്താനുമുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം, വേണ്ടേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ നന്നാക്കാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരണോ? ഞാൻ പറയണോ? നിങ്ങളെ മക്കളെ നന്നാക്കാൻ വേണ്ടി ഒരു ടിപ്സ് അങ്ങ് പറഞ്ഞു തരട്ടെ? നിങ്ങളെല്ലാം ഒരു പോലീസുകാരനാവുക. ആരാവാൻ? ആ നിങ്ങളൊരു മുഖത്തൊരു പുളിങ്ങിയ ചിരി, പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം എന്താ കരിവാളിച്ചു പോയത്? അവിടെയാണ് നിങ്ങൾക്കും എനക്കും പറ്റിയത്. നിങ്ങൾ അങ്ങനെ കരിവാളിക്കും കേട്ടോ. എനക്കും പണ്ട് പോലീസിനെ കണ്ടുകൂടെ? നിങ്ങളൊരു പോലീസുകാരന്റെ മനസ്സുള്ള ഉമ്മയായാലില്ലേ, ഒരു പോലീസുകാരന്റെ മനസ്സുള്ള ബാപ്പയായാൽ, ഒരു സഹോദരനായാൽ, സഹോദരിയായാൽ നിങ്ങളെ വീട് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ചിരി വന്നില്ലേ? നിങ്ങളെ മനസ്സിൽ പോലീസ് എന്ന് പറയുമ്പോൾ ഓടി വന്നെന്താ? എന്താ സാർ നിങ്ങളെ മനസ്സിൽ ഓടി വന്നത്? ആ വളവ് ഹെൽമെറ്റ് പിടിക്കുന്ന ജന്തു, അതല്ലേ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത്? റോഡുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന വേട്ടക്കാരൻ, അങ്ങനെയാണ് നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത്. എനിക്കും അങ്ങനെ തന്നെ. പക്ഷെ എന്റെ പോലീസ് ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയാം? പോലീസ് മനുഷ്യനെയല്ല, പോലീസ് പടച്ചോനാണ്. എന്തുകൊണ്ടാണ് പോലീസ് പടച്ചോനാണെന്ന് ഞാൻ പറയുന്നത് അറിയുള്ളൂ? നിങ്ങൾ ഇവിടെ വരുമ്പോൾ, ഇപ്പൊ ഈ സദസ്സിന് വന്നല്ലോ നമ്മള് തെക്കുംപുറത്ത് ഈ സലഫി മസ്ജിദ് പരിസരത്ത് നിങ്ങളും ഞാനൊക്കെ ഒന്നിച്ചു ചേർന്നില്ലേ? വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മസ്ജിദ് പരിസരത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്ന? ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എപ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുക? നിങ്ങൾ ഇനിയൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കലേ ഇല്ലേ? എപ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് വേം പറ. എപ്പോഴാ കുട്ടി മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? സങ്കടം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ അല്ലേ? സങ്കടം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പടച്ചോനെ കാത്തോളാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, ടെൻഷൻ ഉണ്ടാവുമ്പോഴാണ്, സങ്കടങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുക. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ മനസ്സിനൊരു സങ്കടവും ഇല്ല എന്നല്ലേ അർത്ഥം? നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നല്ലേ അർത്ഥം? ഒരു വേവലാതിയും ഇല്ല എന്നല്ലേ അർത്ഥം? എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ വേവലാതി ഇല്ലാണ്ടുള്ളൂ കേട്ടോ. ഇതേത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്, വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഇല്ലേ? എന്നാൽ നിങ്ങൾക്കൊരു ടെൻഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു വരുമ്പോ? ആ നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കള്ളം കയറരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടായിരുന്ന? തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മക്കളും കുട്ടികളൊക്കെ സുരക്ഷിതരായി അവിടെ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? രാവിലെ വണ്ടിയിൽ പുറത്തേക്ക് പോയ മനുഷ്യനൊരു പോറലും ഏൽക്കാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങളുടെ മക്കളുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പൊതി കിട്ടരുതേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങളുടെ മക്കൾ ആത്മഹത്യ ചെയ്യരുതേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? എന്തെങ്കിലും ഇതൊന്നും പ്രാർത്ഥിക്കാതിരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച്, വീടിനെ കുറിച്ച് ഒരാശങ്കയുമില്ല. അതല്ലേ അതിന്റെ അർത്ഥം? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനോടുണ്ട്. ആരാന്നറിയോ? വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ. വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? ഈ പ്രദേശത്ത് ഒരു വീട്ടിലും കള്ളം കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഈ നാട്ടിലുണ്ട് എങ്കിൽ അത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും. ഈ നാട്ടിൽ ഒരാളും ഒളിച്ചോടരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എങ്കിൽ അത് ഈ നാട്ടിലെ പോലീസുകാരനായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഈ നാട്ടിൽ ഒരു ആക്സിഡന്റും ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അത് പോലീസുകാരനായിരിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്ന ലഹരിക്ക് അടിമപ്പെടരുതേ എന്ന്, അവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടരുതേ എന്ന്, അവന് ഭ്രാന്ത് വരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എങ്കിൽ അത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും. ശരിയാണോ തെറ്റാണോ? ഒരിക്കലും നിങ്ങളെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങളെ വീട്ടിൽ കള്ളം കാര്യം ഇല്ലത്തെ എന്ത് പ്രശ്നം? ഇവിടെ പുതിയ കാര്യമെന്നല്ലാണ്ട് എന്ത്? പക്ഷെ ആ കള്ളനെ കിട്ടുന്നത് വരെ കള്ളന്റെ പുറകെ ഓടി ബുദ്ധിമുട്ടുന്നവന്റെ പേരാണ് പോലീസുകാരൻ. ഇവിടെ ഒരു ആക്സിഡന്റ് ആയ നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ആക്സിഡന്റ് ആയാൽ ആ കേസ് എഴുതി തെളിയിക്കുന്ന കോടതിയിലെത്തി നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതുവരെ അസ്വസ്ഥ മനസ്സോടുകൂടി നടക്കുന്നവന്റെ പേര് പോലീസുകാരനെന്നാണ്. ഒരു 10-70 പേജ് എഴുതിയെടുക്കണം ഒരു കേസ്, ഒരു ആക്സിഡന്റ് കേസിൽ. അങ്ങനെ എഴുതി കൈതാഴമ്പിച്ച ഒരു മനുഷ്യന് നാളെ എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവരുത് എന്ന് ഓൻ പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടി ഒളിച്ചോടിയാൽ അവനെ കിട്ടുന്നത് വരെ ആ പോലീസുകാരൻ അവന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കണം. അവൻ മാറാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ എന്ന്, അവൻ ആ യാത്രക്കിടയിൽ ഒരു ചായ കുടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസുകാരന് ടെൻഷനാണ്, നിങ്ങൾക്ക് ആ ടെൻഷനില്ല. അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിങ്ങൾക്ക് ലഹരിയുടെ അമിതമായ ഉപയോഗമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പോലീസുകാരനാവണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പം ഇവിടെ ഞാൻ വന്നിട്ട് 10 മിനിറ്റായി, ഞങ്ങൾ 10 മിനിറ്റ്, നിങ്ങൾ എത്ര മിനിറ്റായി? അരമണിക്കൂറായില്ലേ ഇവിടെ വന്നിട്ട്? നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഇവിടെ ഒരു അടി ഉണ്ടായാലും നിങ്ങൾ ഇതിലൂടെ ഓടണ്ടേന്ന്? ഞാൻ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നോക്കിയെന്നാണെന്നറിയോ, നിങ്ങളായിട്ട് അടിച്ചിട്ടുണ്ട് ഇതിലൂടെ ഓടണ്ടേന്നാണ്. കാരണം എന്താ അറിയോ, പോലീസുകാരന് പേടിയാണ്. ഈ പരിപാടിയെ കുറിച്ച് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ, അവിടെ എത്ര ആളുണ്ടാവും എന്ന് സാറ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 10, 250, 300 ആളുണ്ടാവും. പ്രശ്നം ഉണ്ടാവുമോ? ആദ്യം പോലീസ് ചോദിക്കുന്ന ചോദ്യം ഏതാണ്, പ്രശ്നം ഉണ്ടാവുമോ? ആരാണ് ആ പരിപാടിയിൽ വരുന്നത്? അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷാണ് വരുന്നത്. ഓരോ നാട്ടുകാരെല്ലാം കൂടി അടിക്കുവാൻ സാധ്യതയുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിയാണ് കയറി വരേണ്ടത്, അവൻ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നൊക്കെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസുകാർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത്രയേറെ ഈ പരിപാടിയെ കുറിച്ച് ആശങ്ക ഉണ്ടാക്കി പോലീസുകാർ. നിങ്ങളിപ്പം ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇതുവരെ ആലോചിച്ചു ഇതിലൂടെ ഓടേണ്ടതെന്ന്? ഇല്ല. കാരണം അങ്ങനെ ഒരു ആപത്തിനെ കുറിച്ചേ നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ പോലീസുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസുകാരൻ എപ്പോഴും പോലീസുകാരന് ടെൻഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എന്റെ വീട്ടിലേക്ക് വരുമെന്ന ആശങ്കയോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ സ്റ്റേഷനിൽ എന്ത് സംഗതി നടക്കുമ്പോഴും എന്റെ വീടിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു ഭക്തമാണ് ഞാൻ. എന്ത് സംഭവിച്ചാലും എന്റെ വീട്ടിലേക്ക് വരരുതേ എന്ന് മനംനൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണ് ഞാൻ. നിങ്ങൾ ഈ ആപത്തൊന്നും കാണാത്തതുകൊണ്ടാണ്. ഈ ആപത്ത് കാണണമെങ്കിൽ, ഈ നാട്ടിലുള്ള തെക്കുംപുറത്ത് അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ആപത്ത് കാണണമെങ്കിൽ നിങ്ങൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ 3 ദിവസം പോയി നിന്നാൽ മതി. രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും നല്ല സംഗതിക്ക് നിങ്ങൾ വരുമോ? നിങ്ങളുടെ വീട്ടിലെ കല്യാണം കഴിക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇതുവരെ? നിങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് ഒരു ലഡുവും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളിപ്പോ കിരട്ടിൽ പൂച്ച വീണ അന്നേരം വരും. പൂച്ച വീണ് പോലീസ് വന്ന് നോക്കിയിട്ടുണ്ടായ ഓനെ ഉരുട്ടിയായി ഇട്ടേക്ക് ചെയ്യുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെല്ലാം എപ്പോഴും ഒരു ടെൻഷനുള്ള ആളായിരിക്കും. ശരിയാണോ തെറ്റാണോ? അപ്പൊ പോലീസുകാരൻ കാണുന്ന മനുഷ്യജന്മങ്ങളൊക്കെ എങ്ങനെയുള്ള ആളുകളായിരിക്കും? എന്തെങ്കിലും ടെൻഷനുള്ള ആപത്തുള്ള മനുഷ്യന്മാരെ ആ പോലീസ് കാണുക. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നല്ല പേടിയുണ്ട്. ഞാൻ ദിവസവും എന്റെ പോലീസ് സ്റ്റേഷനിൽ ദിവസം 3 ഒളിച്ചോട്ടം നടക്കുന്നത്. എന്താ പറയുക, അതിന് പ്രായമൊന്നുമില്ല, ആരല്ലോ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി 3250 ഒളിച്ചോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഉപ്പേനെയും ഉമ്മേനെയും അച്ഛനെയും അമ്മേനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓടിപ്പോയ പെണ്ണിനെയും കണ്ടിട്ടുണ്ട്, കോന്തപ്പനെയും കണ്ടിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ ഡ്രൈവറെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് ഈ ഒളിച്ചോടുന്ന മനുഷ്യന്മാരുടെ കണ്ണുകൾ കണ്ട് എനിക്കിപ്പോ ടെൻഷനാണ്. നിങ്ങളെ കണ്ണെല്ലാം കാണുമ്പില്ലേ, എന്റെ സ്റ്റേഷനിൽ ഒളിച്ചോടിയ കുറെ ആളെ കണ്ണുപോലെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ പറയുക, നിങ്ങളെല്ലാം ഓടുക സാധ്യതയുണ്ട്. ആരെല്ലാം ഓടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഉമ്മ എന്നെ നോക്കിയിട്ട് ഇങ്ങനത്തെ എന്നെ നോക്കി പറയുന്നത്, ഞാൻ എവിടെയാ പോകുന്നതല്ലേ ഉമ്മ തോന്നുന്നു. എനക്ക് ഉമ്മേനെയും വിശ്വാസമില്ല. കാരണം എന്താ പറയുക, എന്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒളിച്ചോട്ടത്തിൽ ഓടിയ സുന്ദരിയായ കാമുകിയുടെ വയസ്സെത്രയാണെന്നറിയോ? 83. കൂട്ടിക്കൊണ്ടുപോയ കാമുകന്റെ വയസ്സെത്രയാണെന്നറിയോ? 87. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സംശയം. അതാണ് എന്റെ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചിരിക്കാനല്ലേ തോന്നിയത്, പക്ഷെ എനിക്ക് ടെൻഷനാണ്. 6 വയസ്സുള്ള കുട്ടി 1-ാം ക്ലാസ്സിലെ ചെക്കൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് എന്റെ 93 വയസ്സുള്ള അമ്മയെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അമ്മ ഒളിച്ചോടുന്നുള്ളതാണ് എന്റെ പേടി. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഒളിച്ചോടരുത്. അമ്മ എന്നോട് പറയാ, ഞാൻ ചോടൂല എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത്. 93 വയസ്സ് വരെ അമ്മ എന്നോട് പറഞ്ഞ മറുപടി അറിയുന്നു, എന്നെ ആര് കൂട്ടുവനാന്ന്, ആരാണ് എന്നെ കൊണ്ടുപോകാൻ? എന്റെ അർത്ഥം എന്താ, ആരും വന്ന് ഇന്നെ പോകുന്നു. അതോടുകൂടി എനിക്ക് വീണ്ടും പേടിയായി. നമ്മൾ അമ്മ ഓടരുത് പ്ലീസ്. കാരണം എനിക്ക് പേടിയെന്ന് അറിയും. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, എന്റെ അമ്മയായിട്ട് ഓടിക്കിട്ട പേപ്പറുകാരൻ എന്താ എഴുതുന്നത്, ക്ലാസ് എടുക്കുന്നു എന്റെ അമ്മയും പോയി. അത് കാണാനുള്ള വായിക്കാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ, നിങ്ങളിപ്പോ അത് കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഇനി 37 വയസ്സുണ്ട് എന്റെ ഭാര്യയ്ക്ക്, എനിക്ക് ഓളെ കാണുമ്പോൾ ടെൻഷനാണ്. കാരണം 37 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ഓട്ടാണ്. ഫേസ്ബുക്ക് തുറന്നാൽ 40 കഴിഞ്ഞാൽ പ്രണയം പൂവിടുന്നു പോലും. ഓള് പറയാം 2 കൊല്ലം കഴിഞ്ഞാൽ എനക്കും പൂവിടും. ഞാൻ ഒന്നും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അറിയോ,
ഈ നാട്ടിലെ സകല സംഗതികൾ ഓർമ്മിച്ചവിടെ വെച്ചോ, അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരരുത്. അത് 1000-1 പോലും അതെന്റെ വീട്ടിലെ മകളായിരിക്കരുത്, അമ്മയായിരിക്കരുത്, എന്റെ ഭാര്യ ആയിരിക്കരുത് എന്നുള്ള വാശിയായിരിക്കണം. ആ വാശി നിങ്ങൾക്ക് കൂടി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ നാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ കേട്ട കേരളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാവുന്നത്? കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് അറിയാം? 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം, അല്ലെ? ഏറ്റവും നല്ല മികച്ച വിദ്യാഭ്യാസമുള്ള നാടാണ് കേരളം. അങ്ങനെയല്ലേ ഓടി വന്നത്? ശരിയാണ്, നമുക്ക് നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്. രണ്ടാമത്തെ കേരളത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സംസ്ഥാനം കേരളമാണ്. അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് സമാനമാണ് പോലും നിങ്ങളെന്റെയൊക്കെ ആരോഗ്യം. അറിവുകൾ മുട്ടുകഴിഞ്ഞൊന്നും നോക്കണ്ടേക്ക്, നമുക്കാണ് പോലും നമ്പർ 1 ആരോഗ്യം. അഭിമാനമില്ലേ നിങ്ങൾക്ക്? പ്രസവിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കുട്ടികൾ മരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോണിനെയും ബാങ്കിംഗ് സംവിധാനത്തെയും ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനം കേരളം. എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ മനസ്സിലാക്കാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായി വസ്ത്രധാരണം നടത്തി അഭിമാനത്തോടുകൂടി നടക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് പോയാലും പാവപ്പെട്ടവനെയും പണക്കാരനെയും കണ്ടാൽ മനസ്സിലാവും. ശരിയാണോ? പുറത്തു പോയാലും നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ കേരളത്തിൽ അത് മനസ്സിലാവില്ല. ആളോഹരി വരുമാനം ഏറ്റവും നല്ല സംസ്ഥാനം, ഗൾഫിന്റെ ഇമ്പാക്ട് ആണെങ്കിൽ പോലും ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ്. അങ്ങനെ സകല തരത്തിലും തിളങ്ങി നിൽക്കുന്ന കേരളത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്ന ചാനലുകൾ ചർച്ച ചെയ്യപ്പെടാത്ത, ആരാലും പറയപ്പെടാത്ത കുറെ സംഗതികളുണ്ട്. ആ സംഗതികൾ നിങ്ങളെ വീട്ടിലേക്ക് വരരുത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം ലഹരി വസ്തുക്കൾ, ഞാൻ പറഞ്ഞു വേണ്ടാത്ത ലഹരി, വേണ്ട ലഹരി അല്ല കേട്ടോ. വേണ്ട ലഹരി ഞാൻ പറഞ്ഞല്ലോ, വായന, കളി, കുടുംബം, അതാണ് വേണ്ട ലഹരി. വേണ്ടാത്ത ലഹരി എന്ന് പറയുന്നത് സിഗരറ്റും കള്ളും കഞ്ചാവും. ആ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഉപയോഗത്തിൽ കേരളം 6ാം സ്ഥാനത്തായിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. പക്ഷെ കൊറോണയ്ക്ക് ശേഷം നിങ്ങളുടെയും എന്റെയൊക്കെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ച് ഇപ്പം കേരളമാണ് ലഹരി ഉപയോഗത്തിൽ 1ാം സ്ഥാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായിട്ട് പ്രഖ്യാപിപ്പ് ഉണ്ടാവില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിനെ കുറിച്ചിട്ട് പേടിയുണ്ടോ? പക്ഷെ അതിന്റെ രണ്ടാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയാം, അവിടെയാണ് എന്റെ പ്രശ്നം. കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു മനുഷ്യന്മാരും അതിനെതിരെയുള്ള ഒരു പ്രതിരോധവും സൃഷ്ടിച്ചില്ല. സൃഷ്ടിച്ചോ? ഇല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ലഹരി ഉപയോഗിച്ച മനുഷ്യജന്മങ്ങളുടെ ഉമ്മേനെയും അച്ഛനെയും ഉപ്പേനെല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോ ഉപ്പയും ഉമ്മയും പറയുന്ന വർത്താനം എന്നറിയോ? എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, അവന്റെ ബാപ്പ കുടിക്കൂല, ഉപ്പാപ്പ കുടിച്ചില്ല, അച്ചാച്ചൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളെ തറവാട് അങ്ങനെയാണ്. തറവാട് എല്ലാ രക്ഷകർത്താക്കൾക്കും മക്കളെ വിശ്വാസമാണ്. എന്നാൽ കേരള ഗവൺമെന്റിന്റെ 2023 ഡിസംബർ 31 തീയതിയത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ വിൽക്കുന്ന മദ്യത്തിനെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ, ജനസംഖ്യ എന്ന് നമ്മളൊക്കെ അതിൽ പെടും, ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്ന ആൾ വരെയാണല്ലോ ജനസംഖ്യ. അതിനൊന്ന് ഹരിച്ചു നോക്കിയപ്പോ ഇവിടെ ഒരാൾ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് കിട്ടി. അത് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടരുത്. സർ, നിങ്ങൾ മദ്യപിക്കുമോ? എന്നാ കേരള ഗവൺമെന്റിന്റെ കണക്കെന്ന് അറിയോ? കേരളത്തിൽ ഒരു മനുഷ്യൻ 4.7 ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ട്. അതായത് സാറ് 4.7 ലിറ്റർ കുടിക്കുന്നുണ്ട്. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ കുടിക്കണം 9.4 ലിറ്റർ. ഒരു കുടിക്കുന്നില്ല 9. ഇത് കണക്കൊക്കണ്ടേ? നിങ്ങൾ കുടിക്കണ്ട. നിങ്ങളും കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുടിക്കണം 14 സംതിങ്. അപ്പൊ നിങ്ങളും കുടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുടിക്കണം. നിങ്ങൾ കുടിക്കണ്ട. കണക്കൊക്കണ്ടേ? ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടുമല്ലോ. ഇതിപ്പോ ഇത് ശരിയൊന്നില്ലേ? നമ്മളെ കണക്ക് പ്രകാരം ഇങ്ങനെ വരണം. എല്ലാവരും ആ കുട്ടിയെല്ലാം കുടിക്കുന്നുണ്ടോ എന്നുള്ള എന്റെ സംശയം. ഇനി നിങ്ങളൊന്നും കുടിക്കുന്നില്ലെങ്കിൽ നമ്മളെ അധ്യക്ഷൻ കുടിക്കണം, സുനീർ ഖാൻ സാർ കുടിക്കണം. ബാക്കി മുഴുവൻ സുനീർ ഖാൻ സാറും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ടാരം ഞാൻ കുടിച്ചു പറ്റിക്കണം. ആരോ കുടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്നും ടെൻഷൻ വന്നില്ലല്ലോ? ഒന്നും അങ്ങനെ ടെൻഷൻ വന്നാ ഇല്ല, പോട്ടെ, അത് വിട്ടേക്ക്. അപ്പൊ നിങ്ങളൊന്നും കുടിക്കുന്നില്ല. പിന്നെ എങ്ങനെ 6 കൊല്ലം കൊണ്ട് കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തി? നിങ്ങൾ 6 കൊല്ലം മുമ്പ് കുടിക്കുന്നില്ല, ഇപ്പം കുടിക്കുന്നില്ല. അപ്പൊ കേരളം അന്ന് 6ാം സ്ഥാനത്തായിരുന്നു. ശരി, മനസ്സിലാകുന്നുണ്ടോ ചോദ്യം? അങ്ങനെയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം കേരളം എങ്ങനെ 1ാം സ്ഥാനത്തേക്ക് എത്തി? അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരും കുടിക്കുന്നില്ല എങ്കിൽ ആരായിരിക്കും കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവുക? അവിടെയാണ് കേരള ഗവൺമെന്റ് രണ്ടാമത് അവതരിപ്പിച്ച കണക്കിന്റെ പ്രസക്തി. കേരളത്തിന്റെ മണ്ണിൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം കേട്ടാൽ ഞെട്ടരുത്. നിങ്ങൾ എത്ര വിചാരിക്കുന്നത്? സാർ, നിങ്ങൾ എത്ര വിചാരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രായം? 18. വെരി ഗുഡ്. നിങ്ങൾ എത്ര വിചാരിക്കുന്നത്? വിചാരിക്കുന്നുണ്ടാ? 17. 20 മേലെ. വെരി ഗുഡ്. സാർ, 18. ഇത് തന്നെയാ പ്രശ്നം. നിങ്ങളെല്ലാം കണക്കൂട്ടിൽ തെറ്റിപ്പോയി.
കേരള ഗവൺമെന്റ് ശാസ്ത്രീയമായി അപഗ്രഥിച്ചിട്ട് കേരളത്തിന്റെ മണ്ണിൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം 12 വയസ്സാണ് പോലും. എത്ര വയസ്സ്? 12. അതിപ്പോ 10 ആയിട്ടുണ്ടാവും. 2023 കണക്കായി. അങ്ങനെയാണെങ്കിൽ ചോന്ന വനിയ നിനക്ക് എത്ര വയസ്സായി? എടാ ചോന്ന വനിയ എത്ര വയസ്സായി? 10? 12? കറക്റ്റ് പ്രായം. ഇനിയിപ്പോ ഏതാ ഉപയോഗിക്കുന്നുണ്ടാ? ഇല്ല, കുട്ടിയില്ല. വെരി ഗുഡ്, തുടരുത്. പക്ഷെ കേരള ഗവൺമെന്റ്, ഞാനിപ്പോ ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞില്ല, ആ കുട്ടീനെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ സ്റ്റേജിൽ വന്നാ ചോദിച്ചു, ആ കുട്ടി ഏതാ ലഹരി വസ്തു ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അല്ലെ? ആ കുട്ടീന്റെ രക്ഷകർത്താവ് അവിടെ ഉണ്ടാ? അവിടെ ഉണ്ടാ? യെസ്. നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എന്താ തോന്നിയത്? ഈ ചോദ്യം ഞാൻ ഈ സ്റ്റേജിൽ വന്ന് ചോദിച്ചപ്പോ പോട്ടെ, നാട്ടുകാരെന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ എന്നോട് തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയ വികാരം എന്താന്ന് പറയട്ടെ. ഇത്തിരി ആളെ മുമ്പ് അപ്പാട് ഒരുത്തരെ കാണിച്ചിട്ട് ചോദിക്കോ, ഇനി ഓൻ കുടിക്കുന്നത് ഇനി കണ്ടിട്ടുണ്ടോ? ഓൻ ഉപയോഗിക്കുന്നത് ഇനി കണ്ടിട്ടുണ്ടോ? കാണാത്ത സംഗതി എങ്ങനെ ഇനി വിളിച്ചു പറയാമെന്ന നിങ്ങളെ മനസ്സിലുണ്ടാവുക. നിങ്ങൾ രണ്ടാമത്തെ നിങ്ങളെ മനസ്സിലെന്താ അറിയോ? ഇനി സ്റ്റേജിൽ മുന്നിൽ താഴെ ഇറങ്ങടാ, നിന്റെ മുട്ടിന്റെ കാലിയാണ് തച്ചൊടിച്ചല്ലാന്ന് പറയും. അത് നിങ്ങൾ 2015 നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. 2024-25 കാലഘട്ടത്തിൽ കേരളത്തിലെ 10 ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 10 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആധികാരികമായി തെളിയിക്കപ്പെട്ട കാലഘട്ടത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും കുട്ടിയെക്കുറിച്ച്, ഏതെങ്കിലും മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചാൽ അവന്റെ കാലിന്റെ മുട്ടുകാല് തച്ചൊടിക്കുകയല്ല വേണ്ടത്. ആ കുട്ടി ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ നാട് ധന്യമാകുന്നത്. അല്ലാതെ നിങ്ങളെ കുടുംബത്തിന്റെ മഹിമയൊന്നും ഇവിടെ വിഷയമില്ല. കേരളത്തിൽ 10 ഇനി പോട്ടെ, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ സുരക്ഷിതമാണോ എന്ന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ? വീട് ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളെ വീട് സുരക്ഷിതമാണോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒന്ന് പുറകോട്ട് പോട്ടെ. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളെ വീട്ടിൽ? നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചപ്പോ ആരൊക്കെ ഞങ്ങൾ കണക്കൂട്ടിയത്? ഉപ്പാപ്പ, കാർണോർ, അങ്ങനെയാ കൂട്ടിയിട്ടുണ്ടാവുക. അവരെല്ലാം അവിടെ നിൽക്കട്ടെ എന്ന്. നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, കുട്ടികൾ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുടുംബം ധന്യമാവുള്ളൂ. അവിടെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ വർഷം 26 കുട്ടികളെയാണ് ഈ ലഹരി അടിമ കേന്ദ്രം, നമ്മൾ ലഹരി മോചന കേന്ദ്രം ഉണ്ടല്ലോ, ആ വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടെത്തിച്ചത്. അത് ഞാൻ മാത്രമാണ്. അതിങ്ങനെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഓരോരുത്തർ നശിക്കുന്നത് കാണുമ്പോൾ വിളിച്ചു വരുന്നത്. അല്ലാണ്ട് ഞാൻ ഡോക്ടറായിട്ടല്ല. നിങ്ങൾ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ച് നശിച്ചുപോയ ജന്മങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കുറ്റ്യാടി ടൗണിലേക്ക് വന്നാൽ, എനിക്ക് മലപ്പുറത്തിനെ കുറിച്ച് അധികം അറിയില്ല. എന്റെ നാട്ടിലെ കുറ്റ്യാടി ടൗണിലേക്ക് വന്നാൽ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി സന്ധ്യാസമയത്ത് ഉടുതുണിയില്ലാതെ റോഡിലൂടെ പാറി നടക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചറിയാം. നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്ത് 12 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് കുട്ടി മരിച്ചില്ല. ഫാന് പൊട്ടി താഴെ വീണു. കുട്ടി മെഡിക്കൽ കോളേജിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. എന്റെ നാട്ടിലെ 6ാം ക്ലാസ്സിലെ കുട്ടി സ്കൂൾ വിട്ടിട്ട് റോഡിലൂടെ ഓടിപ്പോകുമ്പോ കുലുങ്ങി ബാഗിന്റെ ക്ലിപ്പ് തുറന്നു പോയിട്ട് ഒരു പൊതി റോഡിലേക്ക് വീണപ്പോ ആ ട്രാഫിക്കിലുള്ള പോലീസുകാരൻ ആ പൊതിയെടുത്ത് ഈ 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ കുട്ടിയുടെ കൈ തട്ടി ആ പൊതി വീണ്ടും താഴേക്ക് വീണുപോയിരുന്നു. വീണുപോയപ്പോ ആ പൊതി വീണ്ടും റോഡുമിലേക്ക് വീണ് പൊട്ടിപ്പോയി. ആ പൊതിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് താഴെ വീണ സാധനം കണ്ടപ്പോ ഞെട്ടിയത് കുട്ടിയല്ല, പോലീസുകാരനായിരുന്നു. 6ാം ക്ലാസ്സുകാരിയുടെ ബാഗിൽ നിന്ന് പോലീസുകാരൻ താഴേക്ക് വീണ സാധനം എടുത്തു നോക്കിയപ്പോ 2.25 കിലോ കഞ്ചാവായിരുന്നു. 6ാം ക്ലാസ്സുകാരോട് ചോദിച്ചു, കുട്ടി ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, എനിക്ക് അറിയില്ല ഇതെങ്ങനെ നിന്റെ ബാഗിലേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ആ ഏട്ടൻ തന്നതാണ്, ആ ഏട്ടന് കൊണ്ടു കൊടുക്കണം. എനിക്കൊരു സിൽക്കി ബാർ മുട്ടായി വാങ്ങിച്ചു തരുന്ന കുട്ടി പറഞ്ഞത്. പോലീസിന്റെ മുന്നിലൂടെ ലഹരി കടത്തുവാൻ ഒരു കാരണവശാലും പോലീസുകാരൻ ഒരു കാരണവശാലും കുട്ടിയുടെ ബാഗ് പരിശോധിക്കില്ല എന്ന് ഉറപ്പുള്ള ഇവിടുത്തെ ലഹരി മാഫിയ ഈ കുട്ടിയെ ഉപയോഗം. അതുകൊണ്ടാണ് കുട്ടികൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അവിടെ എനിക്ക് പേടിയാണ്. എന്റെ 7ാം ക്ലാസ്സിലുള്ള മകളുടെ ബാഗിൽ ഈ പൊതി കടത്തപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ആ ദിവസം മുതൽ ഇന്ന് വരെ പരിശോധിച്ചിട്ടുണ്ട്. എന്റെ മക്കൾ ഈ ലഹരിയുടെ കടത്തുകാരായി മാറുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ മനസ്സിൽ ഈ സംഗതി നിങ്ങളെ മനസ്സിലേ ഇല്ല. ശരിയാണോ തെറ്റാണോ? അത് 1000-1 പോലും ആ 1000-1 നിങ്ങളുടെ മകളായിരിക്കരുത്, മകനായിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനയും വിശ്വാസവും ആ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ആർജവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കഴിഞ്ഞ ദിവസം അതിലുമേറെ ഭീകരമായ ഒരു ദൃശ്യത്തിന് സാക്ഷിയായത് കഴിഞ്ഞ ആഴ്ചയാണ്. 4ാം ക്ലാസ്സിലെ കുട്ടി എല്ലാ കുട്ടികൾക്കും ഒരു നുള്ളു പൊടി ക്ലാസ് റൂമിൽ നിന്ന് കൊടുത്തു. ടീച്ചർ വന്ന് നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് മര്യാദ ക്ലാസ്സിലിരിക്കാൻ കഴിയുന്നില്ല. 4ാം ക്ലാസ്സിലെ കുട്ടി
ആ ടീച്ചർ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൊടിയുടെ ഫോട്ടോ എന്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ട് ചോദിച്ചു, ഇത് തിന്ന കുട്ടികൾക്കൊന്നും ക്ലാസ് റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഈ പൊടിയെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാനത് എന്റെ എക്സൈസിലുള്ളൊരു സാറിന് അയച്ചു കൊടുത്തപ്പോ സാറ് പറഞ്ഞു, ഇതാണ് മാരകമായിട്ടുള്ള ഒരു ലഹരി. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഈ 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയെ സ്വകാര്യമായി വിളിച്ചു ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി കുട്ടി ഇത്? കുട്ടി പറയുന്നത് എന്റെ അച്ഛന്റെ കീശയിൽ എപ്പോ ഉള്ളതല്ലേ, ഇത് തിന്നുമ്പോഴല്ലേ അച്ഛൻ പാട്ട് പാടുന്നത്, ഇത് തിന്നുമ്പോഴല്ലേ അച്ഛൻ അമ്മക്ക് പച്ചക്കറി മുറിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് തിന്നുമ്പോൾ സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അച്ഛൻ കാണാതെ കൊണ്ടുവന്നിട്ട് എന്റെ കൂട്ടുകാർക്ക് കൊടുത്തതാന്ന്. ആരെയും നമ്മൾ കുറ്റം പറയുക? അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്നറിയോ, കുട്ടികളുടെ മുമ്പിൽ മാനവും മര്യാദയോടുകൂടി ജീവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടി ആ ലോകത്തേക്ക് പോയി നശിക്കും. അപ്പൊ അവിടെയാണ് ഈ എന്തുകൊണ്ട് കുട്ടി ഈ ലോകത്തേക്ക് പോയി പോകുന്നു എന്നുള്ള ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ഒരൊറ്റ വർത്തമാനം, അതാണ് ശരിക്കും മക്കളെ എങ്ങനെ പോറ്റണം എന്ന് അറിയാത്തത് അവിടുത്തെ വിഷയം. എന്റെ മകൻ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര രക്ഷാകർത്താക്കളുണ്ട് ഇവിടെ? നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതെന്റെ മകന്റെ കയ്യിലായിരിക്കുമെന്ന്, എന്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പാരന്റ്സ് ഉണ്ട് ഇവിടെ? നിങ്ങൾ വിശ്വസിക്കുവോ? നിങ്ങൾ പറയാന്ന് അറിയോ, അല്ല പോലീസ് നിങ്ങളാണ് കള്ളന്മാർ, എന്റെ മകനെ നിങ്ങൾ ചതിക്കരുത്. CCTVയിൽ ദൃശ്യം കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാത്ത രക്ഷാകർത്താക്കൾ ഇവിടെ ഉണ്ട്. അത്രയേറെ വിശ്വാസമാണ് മക്കൾക്ക്. അതിന് ഏറ്റവും വലിയ ഭീകരമായ ഒരു ഉദാഹരണം എന്താ പറയുക, കഴിഞ്ഞ ദിവസം എന്റെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒളിച്ചോട്ടുണ്ടായിരുന്നു. 18 കൊല്ലമായി മക്കൾക്ക് വേണ്ടി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മകൻ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാ ആ പ്രവാസിക്കും ഭാര്യയ്ക്കും. ആ സ്കൂളിലെ ഏറ്റവും മികച്ച കുട്ടി, ആ കുട്ടി 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ കൂടി പാസ്സായി. +2വിന് 1200 മാർക്ക് വാങ്ങി, 100%. ആ വിജയോത്സവം എന്ന് പറഞ്ഞ പരിപാടിയിൽ എല്ലാവരും ഈ കുട്ടീനെ അഭിനന്ദിച്ചിട്ട് കുറെ കുട്ടികൾ അതിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ഡോക്ടറാവാനായിരുന്നു ഇഷ്ടം. അതിന് നീറ്റ് പരീക്ഷ പാസ്സാവണം. അങ്ങനെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി 1.25 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ കുട്ടീനെ കോച്ചിങ് സെന്ററിലേക്ക് കൊണ്ടു ചേർത്തു. അങ്ങനെ കോച്ചിങ് സെന്ററിൽ നിന്ന് നീറ്റ് പരീക്ഷ എഴുതി വീട്ടിലേക്ക് വന്ന കുട്ടിക്ക് മനസ്സിലായി എനിക്ക് 18 വയസ്സായി എന്ന്. 18 വയസ്സായി എന്ന് മനസ്സിലാക്കിയ കുട്ടിയില്ലേ, തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഒളിച്ചോടിക്കളഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നു. പോലീസുകാർ പരാതി എടുത്തു നോക്കുമ്പോ നമ്മൾ തന്നെ അവാർഡ് കൊടുത്തൊരു കുട്ടിയാണ്, പോലീസുകാർ കൊടുത്തിരുന്ന കുട്ടി. ആ കുട്ടി ഒളിച്ചോടിയൊന്നും നമുക്ക് വിഷയമില്ല, ആരുണ്ടെങ്കിലും പോട്ടെ. ആ കുട്ടി ഒളിച്ചോടിയത് 37 വയസ്സുള്ള ഒരു ഡ്രൈവറുടെ കൂടിയായിരുന്നു. ഡ്രൈവർ മോശം പണിയൊന്നുമില്ല കേട്ടോ. എനിക്ക് 1700 രൂപ അധികം ശമ്പളം, ഡ്രൈവർക്ക് 3000 ഉണ്ട്. മാന്യനായ ഡ്രൈവറാണെങ്കിലും ആ മക്കളെ ശക്തമായി ആ കരങ്ങളിൽ ഏൽപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇവനെ നമുക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവൻ 7 MDMA കേസിലെ പ്രതിയായിരുന്നു. നാട്ടിലെ ഏറ്റവും മികച്ച കഞ്ചാവ് വിൽപ്പനക്കാരനായ 37 വയസ്സുകാരുടെ കൂടിയാണ് ഡോക്ടറാവാൻ പോയ A+ കിട്ടിയ നമ്മളൊക്കെ ഗംഭീരമാണെന്ന് കരുതിയ കുട്ടി ഒളിച്ചോടിപ്പോയത്. 2 ദിവസം കുട്ടീനെ കിട്ടിയില്ല. ഇടുക്കിയിൽ നിന്ന് 2 ദിവസത്തിന് ശേഷം പോലീസ് 2 ആളെയും പൊക്കിക്കൊണ്ടുവന്നു. ആ പൊക്കിക്കൊണ്ടുവന്ന ആ കുട്ടീനെ പോലീസ് സ്റ്റേഷന്റെ കസേലയിൽ, ഒരു ബെഞ്ചുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ, ആ കസേലയിൽ ഇരുത്തിയപ്പോ ഈ വിവരമറിഞ്ഞ് ഓടി വന്ന ആ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ, ആ കുട്ടിയുടെ മടിയിൽ തലവെച്ച് കരഞ്ഞ കരച്ചിലുണ്ട്. ഇഷ്ടംപോലെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിയുടെ അമ്മയുടെ കരച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ അമ്മ ഇങ്ങനെ പറയാ, നിന്നെ ഞാൻ ഇതുവരെ അടുക്കളയിൽ കയറ്റിയിട്ടുണ്ടോ കുട്ടി? നിന്നെ ഞാൻ ഇന്നുവരെ ഒരു പാത്രം കഴുകിച്ചിട്ടുണ്ടോ? നീ തിന്ന ഭക്ഷണപാത്രങ്ങൾ എപ്പോഴെങ്കിലും നിന്നെ കൊണ്ട് കഴുകിച്ചിട്ടുണ്ടോ ഈ അമ്മ? നിന്റെ വസ്ത്രങ്ങൾ എപ്പോഴെങ്കിലും നീ അലക്കിയിട്ടുണ്ടോ? നീ ഇതുവരെ നിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ടോ? നിനക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? നിനക്ക് ടൂർ എന്ന് പറയുമ്പോൾ ടൂറ്, ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ്, അങ്ങനെ എല്ലാ സംഗതികളും കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്നിട്ട് നീ എന്തിനാണ് ഇത് ചെയ്ത് കളഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ കരയുന്ന ഒരു കരച്ചിലുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടും ഈ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം പോലും നോക്കിയില്ല. ആ കുട്ടി ഒരു മരക്കുറ്റി പോലെ ഏതോ ഒരു ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വലത്തേ സൈഡിൽ നിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ സഹോദരൻ കരഞ്ഞൊരു കരച്ചിലുണ്ട്. ആ സഹോദരൻ ചോദിക്കുക, കഴിഞ്ഞ ദിവസവും MLA ഒക്കെ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഈ നാടിന് മാതൃകയാവണമെന്നല്ലേ, ഈ ആങ്ങളുടെ ഭാഗ്യമുള്ള പെങ്ങളാണെന്നല്ലേ അയാളൊക്കെ പറഞ്ഞത്? അച്ഛനും അമ്മയ്ക്കും ഇത്രയും നല്ലൊരു കുട്ടി ജനിച്ചത് ദൈവത്തിന്റെ കുട്ടി എന്നൊക്കെയല്ലേ അവർ സംസാരിച്ചത്? എന്നിട്ടും ഏച്ചി എങ്ങനെയാണ് ഏച്ചി എനിക്ക് മാതൃകയായത്? കണ്ട വൃത്തികെട്ടവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടാണോ ഏച്ചി എനിക്ക് മാതൃകയായതെന്നൊക്കെ ചോദിച്ച് ചെക്കൻ പൊട്ടിക്കരഞ്ഞപ്പോ ഈ പെൺകുട്ടി ആ 7ാം ക്ലാസ്സുകാരന്റെ ശരീരത്തിൽ ഒരു പ്രാവശ്യം പോലും തൊട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല കുട്ടി.
വിവരമറിഞ്ഞ് 18 കൊല്ലം പ്രവാസ ലോകത്ത് തന്റെ ചോര വിയർപ്പും നീരാക്കി ഈ മക്കളുടെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച 18 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച നീറുന്ന മനുഷ്യനുണ്ടല്ലോ. ഈ വിവരം പറഞ്ഞ് കരിപ്പൂരിൽ ഇറങ്ങിയിട്ട് ആ സ്റ്റേഷനിലേക്കാണ് നേരെ വന്നത്. ആ മനുഷ്യന് അവരുടെ ദൂരെ നിന്ന് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാതെ കുറച്ച് ദൂരെ നിന്ന് ഈ കുട്ടിയെയും അമ്മയെയും അച്ഛനെയും ഈ 7ാം ക്ലാസ്സിലെ പയ്യനെയും നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അയാൾ ഒരു പ്രാവശ്യം പോലും ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നില്ല. ഈ അമ്മ അന്നേരം ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വന്നൊന്ന് കരയരുതോ മനുഷ്യ? ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പോ ഈ 17 കൊല്ലം 18 കൊല്ലം ഈ ചോര നീരാക്കി വളർത്തിയത് എന്തിനാണ്? എന്നിട്ട് ഇയാൾ കരയാതായപ്പോ അമ്മ രണ്ടാമത് കരഞ്ഞൊരു കരച്ചിലാണ് ഇങ്ങോട്ട് പറയാനുള്ളത്. ആ അമ്മ കരയാ, എനിക്കും എന്റെ ഭർത്താവിനും നിന്റെ അച്ഛനും ഒന്നിച്ച് ചായ കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്തു പോയിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ടൂർ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നിച്ചൊരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ 18 കൊല്ലവും ഞങ്ങൾ ഇത് ചെയ്തില്ല. അപ്പൊ ഞാൻ ചെല്ലമ്മ അങ്ങക്കൊന്ന് ചായ കുടിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ?